അൽഹംദുലില്ലാഹി വഹദാ നഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ മൻ യഹ്ദില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുളിൽഹു ഫലാ ഹാദിയ ലഹു വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اصبروا وصابروا ورابطوا واتقوا الله لعلكم تفلحون. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, വിശുദ്ധ ഖുർആനിലെ യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ എന്ന് വിളിച്ച് അള്ളാഹു നമ്മോട് പ്രത്യേകമായി കാരുണ്യത്തോടുകൂടി ഉപദേശിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് സാധാരണ കേട്ടുപോകുന്നതിൽ നിന്നും വ്യത്യസ്തമായി ആലോചിച്ച് പഠിക്കാനുള്ള, അതിന് തയ്യാറുള്ള സന്മനസ്സുള്ള ആളുകൾക്ക് വേണ്ടി LYC തയ്യാറാക്കിയതാണ് ഈ തദബ്ബുർ എന്ന വേദി. അത് നമ്മളൊക്കെ മനസ്സിലാക്കുന്നത് പോലെ മറ്റുള്ള ഖുർആൻ ക്ലാസ്സുകളിലും വേദികളിലുമൊക്കെ ഫുഡോടുകൂടി ധാരാളം ആളുകൾ പങ്കെടുക്കുന്ന ഖുർആൻ ക്ലാസ്സുകളാണെങ്കിൽ ഇവിടെ തദബ്ബുറിന് വേണ്ടി, ഉറ്റാലോചിക്കാൻ വേണ്ടി തയ്യാറുള്ള, ആലോചിച്ച് പഠിക്കാൻ വേണ്ടി തയ്യാറുള്ള ആളുകൾ, അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി മാത്രം പ്രതീക്ഷിച്ച് വരുന്ന ആളുകൾ മാത്രമാണ് ഈ തദബ്ബുറിൻ്റെ മജ്ലിസിൽ ഉണ്ടാകാറുള്ളത്. അതുകൊണ്ട് തന്നെ അത് കേൾക്കാനും പഠിക്കാനും ആലോചിക്കാനും ചർച്ച ചെയ്യാനും വേണ്ടിയാണ് ഇതിനുള്ള സമയം നമ്മൾ നീക്കിവെക്കുന്നത്. ഒരു പ്രഭാഷണമല്ല, അതേപോലെ തന്നെ നമ്മൾ ആവർത്തിച്ച് കേൾക്കുന്ന ആയത്തുകളുടെ വിശദീകരണം മാത്രമല്ല, അതിനപ്പുറം എന്താണ് സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് അള്ളാഹു ഇങ്ങനെ പ്രത്യേകമായി പറയുന്ന ഈ സൂക്തങ്ങളിൽ കൂടുതൽ ഉറ്റാലോചിക്കാനുള്ളത്. അഫലാ യതദബ്ബറൂൻ, നിങ്ങൾ ആലോചിച്ച് ബുദ്ധി കൊടുത്ത് പഠിച്ച് ചിന്തിച്ച് മനസ്സിലാക്കുന്നില്ലേ എന്ന ആ ചോദ്യത്തിന് അല്പസമയം, ഒരു മാസത്തിൽ ഒരു 2 മണിക്കൂറെങ്കിലും ഞങ്ങളതിന് തയ്യാറാണ് എന്ന് പ്രഖ്യാപിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതിനു വേണ്ടിയുള്ള ആലോചനയാണ് അത്. ഇടയിൽ നമുക്ക് ഇടപെടാനും അതേപോലെ തന്നെ അതിൽ ചർച്ച ചെയ്യാനൊക്കെ അവസരമുണ്ട്. ഇവിടെ സൂറത്തു ആലു ഇമ്രാൻ, നമ്മളിങ്ങനെ സൂറത്തുൽ ബഖറയിൽ തുടങ്ങി ഇങ്ങനെ വരികയാണ്. സൂറത്തു ആലു ഇമ്രാനിലെ അവസാനത്തെ സൂക്തമാണ്. ആലു ഇമ്രാൻ എത്രാമത്തെ സൂറത്താണ്? എത്രാമത്തെ അധ്യായ? 3-ാമത്തെ അധ്യായം. ആലു ഇമ്രാനിൽ എത്ര സൂക്തങ്ങളുണ്ട്? 100. അവിടെ ഇരിക്കണോ? 200. ഏറ്റവും കൂടുതൽ ആയത്തുകളുള്ള സൂറത്ത് ഏതാ? സൂറത്ത് ബഖറ. അതിൽ എത്ര ആയത്താ? 286. പിന്നെ ഏറ്റവും കൂടുതൽ ആയത്തുള്ള സൂറത്ത് ഏതാ? മറാക്കല്ലാത്ത ആരെങ്കിലും പറയും? നമുക്ക് ആണുങ്ങൾക്ക് കൊടുക്കുക ചാൻസ്. തദബ്ബുർ അളവല ആലോചിച്ച് പഠിക്കട്ടെ. ഏതായിരിക്കും? ഖുർആനിലെ ഏറ്റവും കൂടുതൽ ആയത്തുള്ളത് സൂറത്തുൽ ബഖറയാണ്. ഇനി അടുത്ത 2-ാം സ്ഥാനത്ത് നിൽക്കുന്നത് ഏറ്റവും കൂടുതൽ ആയത്തുള്ള സൂറത്ത് ഏതാ? നിങ്ങൾ ആണുങ്ങളിൽ ആരെങ്കിലും പറയുകയാണെങ്കിൽ എന്തെങ്കിലും പ്രൈസ് കൊടുക്കല്ലേ? ആലു ഇമ്രാൻ എന്നാണ് യാസിർ പറഞ്ഞത്. കാരണം ബക്കർ കഴിഞ്ഞ അടുത്ത സുഹൃത്ത്. ഉത്തരം തെറ്റാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ചോയ്സ് ഉണ്ടോ? സൽമാൻ എന്താ പറയലേ?
നിസ അല്ല, അവിടെ അലുംബ്രാൻ കഴിഞ്ഞാൽ നിസ. അടുത്ത് പറഞ്ഞോ, ഏതാ മായിദേ? കുറച്ചും കൂടിയൊക്കെ തദബ്ബർ നടത്തണേ നമ്മൾ ഖുർആനെ കുറിച്ച്. അമീദ് കാക്ക് എന്തെങ്കിലും അഭിപ്രായം പറയണ്ട? എന്നാൽ ഫെബി എൻ്റെ ചാൻസ് ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ ഇപ്പാണ്ട് പാസ് ചെയ്യും. ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് തരികയാണ് ചാൻസ്. ഷുഅറാ നമ്മൾ അടുത്തൊന്നും ചിന്തിക്കൂല, കാരണം 26ാമത്തെ സൂറത്താണ്. പക്ഷേ അതിൽ ആയത്ത് കൂടുതലാണ്. 226 ആയത്തുണ്ട്. 3-ാം സ്ഥാനത്താണ് നിൽക്കുന്നത് ആലു ഇമ്രാൻ നിൽക്കുന്നത്. ആലു ഇമ്രാനിൽ എത്ര ആയത്താണ്? 200 ആയത്ത്. അപ്പോൾ ആയത്തെ 3 പൊസിഷൻ എല്ലാവർക്കും കിട്ടിയില്ലേ? കൂടുതലായത്തുള്ളത് സൂറത്ത് ബക്കറയിൽ, രണ്ടാമത് സൂറത്ത് ഷുഅറായിൽ. 286 മൈനസ് 60 ആയത്ത് കുറവാണ്, 226 ആയത്ത്. അതിനേക്കാൾ 26 ആയത്ത് കുറവാണ് അതിൽ സൂറത്ത് ആലു ഇമ്രാൻ. അതിൻ്റെ അടുത്ത ഏതായിരിക്കും? 76 നിസാ അല്ലേ? 206 ആയത്തുള്ള സൂറത്ത് ആറാഫ്. അതാണ് 4-ാം സ്ഥാനത്ത് നിൽക്കുന്നത്. 3-ാം സ്ഥാനത്ത് നിൽക്കുന്നത്. 4-ാം സ്ഥാനത്താണ് എന്തുള്ളത്? ആലു ഇമ്രാനിൽ. അപ്പോൾ നമ്മളൊരു ഈ ആലു ഇമ്രാൻ എന്നുള്ള സുഹൃത്തിനും ബക്കറക്കുള്ള സുഹൃത്തിനുള്ള പ്രത്യേകത നമുക്കറിയാം. ആ സുഹൃത്ത് മറ്റ് നിസാവും മറ്റ് സുഹൃത്തുക്കളും വ്യത്യസ്തമാകുന്നതോടെ കുറേ നിയമങ്ങളും നിർദ്ദേശങ്ങളും ഇടപാടുകളും കടപ്പാടുകളും കടമകളും ഒക്കെ ഒരു ശർഈ ആയിട്ടുള്ള വിഷയങ്ങളിൽ കൂടുതൽ വന്നിട്ടുള്ളതാണ് ഈ 4 സൂറത്തുകൾ. സൂറത്ത് ഫാത്തിഹ കഴിഞ്ഞാൽ അടുത്ത് വരുന്ന 4 സൂറത്തുകൾ: സൂറത്തു ബക്കറ, സൂറത്തു ആലു ഇമ്രാൻ, സൂറത്തു നിസാ, സൂറത്തു മായിദ. ഇത് 4നും പ്രത്യേകം എന്താണ്? എല്ലാവരെ പറ്റി. കാരണം ക്രിസ്ത്യൻസ് ജൂതന്മാർ മാത്രമല്ല, അത് ഈ സൂറത്തിന് 4നും പൊതുവായിട്ടുള്ള പ്രത്യേകം എന്താ? വലിയ സൂറത്ത്, ദൈർഘ്യമുള്ള ആയത്തുകളാണ്. അതിൻ്റെ കാരണം അത് മദനിയായ സൂറത്തുകളാണ്. ഫാത്തിഹ മക്കിയാണ്. അത് കഴിഞ്ഞ പിന്നെ അടുത്ത 4 സൂറത്ത് എന്താണ്? മദനിയായ സൂറത്തുകളാണ്. മദനിയായ സൂറത്തുകളുടെ പൊതുവായിട്ടുള്ള പ്രത്യേകത എന്ത്? അതിൽ നിയമവശങ്ങളും. കാരണം മക്കയിൽ നിന്നും ഫോക്കസ് ചെയ്തിരുന്ന ഏത് വിഷയമായിരുന്നു? വിശ്വാസവും തൗഹീദ്, റിസാലത്ത്, ആഖിറത്ത്. നിങ്ങൾ നോക്കുകൊണ്ട് അതിൻ്റെ പ്രമേയം ഒട്ടുമിക്ക സുഹൃത്തുക്കളും അത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഹിസ്റ്ററി ആഡ് ചെയ്യും. പ്രവാചകന്മാരെ ചരിത്രങ്ങൾ അത് ആവർത്തിച്ച് പഠിപ്പിക്കും. കാരണം എന്താ? ആളുകളെ ഈ ഒരു വിശ്വാസത്തിൽ തൗഹീദിൽ അടിയുറപ്പിച്ച് നിർത്താൻ വേണ്ടി എല്ലാ എതിർപ്പുകളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും വരുന്ന സമയത്ത് അവരെ പഠിപ്പിക്കുകയാണെന്ത്? ഇതേപോലെയുള്ള പ്രവാചകന്മാർ കടന്നു പോയപ്പോണ്ടായ ചരിത്രം. അതുകൊണ്ടാണ് മൂസാ നബിൻ്റെയും ഇബ്രാഹിം നബിൻ്റെയും ഒക്കെ ചരിത്രങ്ങൾ ഇങ്ങനെ ആവർത്തിച്ച് മക്കിയായ സൂറത്തുകൾ കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ അവിടെ വിശ്വാസം ഉറപ്പിക്കുക, പരലോകത്തെക്കുറിച്ചുള്ള വിശ്വാസം, അതേപോലത്തെ റിസാലത്തിനെ കുറിച്ചുള്ളത്, പ്രവാചകന്മാരെ കുറിച്ചുള്ള വിശ്വാസം, അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം, ഇതൊക്കെ ഉറപ്പിച്ച് ശക്തമായൊരു വിശ്വാസ അടിത്തറയിട്ടതിന് ശേഷം മദീനയിലെ സുഹൃത്തുക്കളിലേക്ക് പോകുമ്പോൾ പിന്നെ കാണുന്നതാണ്, പിന്നെ ഒരു സൊസൈറ്റി ആയിട്ട് മാറി. മദീനയിലെത്തിയ റസൂൽ എന്തായി? യസ്രിബ് എന്ന ഒരു പ്രദേശത്തിൻ്റെ, ഒരു സൊസൈറ്റിയുടെ, ഒരു ഉമ്മത്തിൻ്റെ, ഒരു സമൂഹത്തിൻ്റെ നായകനായി മാറി. പിന്നെ അവിടെ എന്ത് ഇംപ്ലിമെൻ്റ് ചെയ്യാണ്? നമ്മളെ ഈ പറയുന്ന ആ നിയമങ്ങളൊക്കെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് മദീനയിൽ വെച്ചാണ്. അതുകൊണ്ട് തന്നെ മദീനയിലെ സുഹൃത്തുക്കളിൽ കുറേ നിയമങ്ങളും നിർദ്ദേശങ്ങളും നമുക്കുള്ള ജീവിത ഈ ശരീഅത്ത് എന്ന് നമ്മൾ പറയുന്ന കാര്യങ്ങൾ 90% എവിടെ വെച്ചാണ് ഇറങ്ങുന്നത്? മദീനയിൽ വെച്ചാണ്. അതേ സമയത്ത് വിശ്വാസം ഊട്ടി ഉറപ്പിക്കുന്ന ഖുർആനിൻ്റെ 2/3 ഭാഗവും എവിടെ വെച്ചാണ്? മക്കിയായ സൂറത്തുകളിൽ. അപ്പോൾ ഇത് മദനിയായ സൂറത്തുകളിൽ ഇങ്ങനെ കുറേ കാര്യങ്ങൾ സത്യവിശ്വാസികൾ അറിയുകയും പഠിക്കുകയും അതേപോലെ തന്നെ അനുഷ്ഠിക്കുകയും വിശ്വസിക്കുകയൊക്കെ ചെയ്യേണ്ട കുറേ വിഷയങ്ങൾ വിവരിച്ച് ആ ആലു ഇമ്രാൻ സൂറത്ത് ഇങ്ങനെ മുമ്പോട്ട് പോയി അവസാനം അതിൻ്റെ സമ്മറി ആയിട്ടാണ് ഈ അവസാന സൂക്തത്തിൽ ഈ 4 കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ഒരു കൊച്ചു സൂക്തം. 4 കാര്യങ്ങൾ മാത്രം, 4 വേർഡുകൾ മാത്രമേ അതിലുള്ളത്. ഏതാണത്? യാ അയ്യുഹല്ലദീന ആമനൂൻ്റെ അർത്ഥം നമ്മൾ പറയേണ്ട ആവശ്യമില്ല, അല്ലയോ വിശ്വാസികളെ. 4 കാര്യം. ഒന്നാമത്തെ എന്താണ്? സ്ബിറൂ. സബർ എന്താ? ക്ഷമ. സ്ബിറൂ, നിങ്ങൾ ക്ഷമിക്കണം. വസ്വാബിറൂ, അതും ക്ഷമ തന്നെയാണ് ശരിക്കും അല്ലേ? സ്വബറ എന്ന് പറഞ്ഞാൽ ക്ഷമിച്ചു എന്നാണ്. സ്ബിറു, നിങ്ങൾ ക്ഷമിക്കുക. വസ്വാബിറു, ക്ഷമയിൽ അതിര് കവിയ അല്ലെങ്കിൽ മികച്ചു നിൽക്കുക.
മുന്നിൽ നിൽക്കുക എന്നൊക്കെയാണ്. വസ്വാബിറു നമുക്ക് വിശദീകരിക്കാം. പിന്നെ മൂന്നാമത്തെ കാര്യം എന്താ? സ്ബിറു വസ്വാബിറു വറാബിത്തു. റബത്ത എന്ന് പറഞ്ഞാൽ കെട്ടി റെഡിയാക്കി നമ്മൾ ഒരുക്കി വെക്കുക എന്നാണ് റബത്ത. നമ്മൾ പെട്ടി കെട്ടുന്നതാണ് റബത്ത. നമ്മൾ ബന്ധിക്കുക അല്ലെങ്കിലും ഒക്കെ ഒരുക്കി നിർത്തുക. വറാബിത്തു നിങ്ങൾ എന്ത് ചെയ്യണം? ഒരുക്കി നിർത്തണം. വത്തക്കുള്ള നിങ്ങൾ അള്ളാനെ സൂക്ഷിക്കുകയും ചെയ്യണം. ഈ 4 കാര്യങ്ങൾ സ്ബിറു വസ്വാബിറു വറാബിത്തു വത്തക്കുള്ള. എന്നെന്താ നമുക്ക് കിട്ടുക? ഈ 4 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ലഅല്ലക്കും തുഫ്ലിഹൂൻ. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒരു ഡൗട്ടില്ല, നിങ്ങൾക്ക് വിജയിക്കാൻ അത് മതിയായേക്കും. ലഅല്ലക്കും മേ ബി ചിലപ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കുകയാണെങ്കിൽ, അങ്ങനെയൊക്കെ ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് മതി? വിജയിക്കാൻ അത് മതിയാവും. നിങ്ങൾക്ക് വിജയിക്കാൻ കഴിഞ്ഞേക്കും. ഇത് നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ. അപ്പോൾ ഇതാണ് സിമ്പിളായിട്ട് നമ്മൾ അർത്ഥം നോക്കുകയാണെങ്കിൽ യാ അയ്യുഹല്ലദീന ആമനൂ ഇസ്ബിറു വസാബിറു വറാബിത്തു വത്തഖുല്ലാഹ് ലഅല്ലക്കും തുഫ്ലിഹൂൻ. അത് നോക്കാതെ തന്നെ നമുക്ക് ഇപ്പോൾ പഠിച്ചിട്ടുണ്ടാവും. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, 4 കാര്യം. സ്ബിറു വസ്വാബിറു, 2 എളുപ്പമാണ്. സ്ബിറു വസ്വാബിറു. പിന്നെന്താ ഉള്ളത്? വറാബിത്തു വത്തഖുല്ലാഹ്. സ്ബിറു വസ്വാബിറു വറാബിത്തു വത്തഖുല്ലാഹ്. എന്നെന്താ കിട്ടുക? ലഅല്ലക്കും തുഫ്ലിഹു. നിങ്ങൾ ഇതിന്മേൽ നോക്കാം, സ്ക്രീനിൽ നോക്കാതിനൊന്ന് ഓതി നോക്കുകയാണെങ്കിൽ യാ അയ്യുഹല്ലദീന ആമനു സ്ബിറു വസാബിറു വറാബിത്തു വത്തഖുല്ലാഹ ലഅല്ലക്കും തുഫ്ലിഹൂൻ. ഒന്നുകൂടി ഓതി നോക്കി. വത്തഖുല്ലാഹ ലഅല്ലക്കും തുഫ്ലിഹൂൻ. ഓക്കെ, ഈ ആയത്ത് നമുക്ക് കാണാതെ മനസ്സിലാക്കിയിട്ട് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇനി അതിൻ്റെ ആശയം പറഞ്ഞു കൊടുക്കാൻ ഇപ്പം നമുക്ക് അർത്ഥം അറിയാം. സ്വാബിറു ക്ഷമ കൊണ്ട് മികച്ചു നിൽക്കുക, ഇസ്ബിറു നിങ്ങൾ ക്ഷമിക്കുക, റാബി വത്തഖുല്ല നമുക്കറിയാം അള്ളാഹിനെ സൂക്ഷിക്കുക. അതിൽ ആകെ ഒരു വേർഡ് മാത്രമേ നമുക്ക് ഒരു അൺനോൺ ആയിട്ടുള്ളൂ. എന്താ? റബത്ത റാബിത്തു. നിങ്ങൾ എന്ത് ചെയ്യുക? ഒരുക്കി നിർത്തുക, തയ്യാറാക്കിയിട്ട് റെഡിയാക്കിയിട്ട് നിർത്തുക. അപ്പോൾ ആ ഒരു വാക്കും കൂടി നമുക്കൊരു കിട്ടാത്തതിൽ പറയത്തുള്ളൂ. ഇനി ഈ 4 വാക്കുകൾ എന്തൊക്കെയാണ് ഇപ്പം നമ്മൾ ഇതിൽ ക്ഷമയുമായി ബന്ധപ്പെട്ട് സാധാരണ നമ്മൾ പറയാറുണ്ട്? 4 കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ സ്പിറു വസ്വാബിറു, പിന്നെ റാബിത്തു വത്തഖുല്ല. അപ്പോൾ ഇതിൽ നമുക്ക് സ്വന്തത്തോട് ബന്ധപ്പെട്ട കുറേ വിഷയങ്ങളുണ്ട്. നമ്മളെ പേഴ്സണലായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ക്ഷമിക്കേണ്ടി വരും. നമുക്ക് വ്യക്തിപരമായിട്ട് തികച്ചും പേഴ്സണലായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ക്ഷമിക്കേണ്ടി വരും. അതേപോലെ തന്നെ മറ്റുള്ളവരോട് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട്, നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, പക്ഷെ നമ്മൾ എന്ത് ചെയ്യണേ? വേറൊരാൾക്ക് വേണ്ടി നമ്മൾ എന്ത് ചിലപ്പോൾ ക്ഷമിക്കേണ്ടി വരും. അതേപോലെ തന്നെ അള്ളാഹുമായി ബന്ധപ്പെട്ടതുണ്ട്, പടച്ചവനുമായി ബന്ധപ്പെട്ട്. നമ്മളിപ്പോൾ ഒരു ഭൗതികമായിട്ട് ഒരു ആൾ നോക്കുകയാണ്, എന്തിനാപ്പോൾ ഇതൊക്കെ? ഇപ്പോൾ ഒരാൾ ഒരു പിന്നെ സ്ത്രീ ഇങ്ങനെ ഇതൊക്കെ ഹിജാബൊക്കെ ഇട്ട് നടക്കുമ്പോൾ മറ്റൊരു കാണുന്ന ഒരാൾ പറയുന്നത് ഇതിനാ അത്. അപ്പോൾ ഇവ ആക്ഷേപങ്ങളോ ആരോപണമൊക്കെ ഉണ്ടാകുമ്പോൾ ഇതാർക്ക് വേണ്ടിയാ? അത് നമ്മളിപ്പോൾ നമുക്ക് പറയാം, നമുക്ക് പ്രൊട്ടക്ഷന് വേണ്ടിയാണെന്നൊക്കെ പറയാം. അതല്ലാത്തതിന് എന്താണ്? വിശ്വാസവുമായി ബന്ധപ്പെട്ടാണ്, പടച്ചവനുമായി ബന്ധപ്പെട്ട. നമസ്കരിക്കുന്നപ്പോൾ ഒരു തണുപ്പുള്ള രാത്രി അല്ലെങ്കിൽ ഒരു പ്രയാസപ്പെട്ട് നിസ്കരിക്കുമ്പോൾ നമുക്ക് പുറത്തുള്ള ആൾക്കാണ് എന്തിനാണ് ഇങ്ങനെ റിസ്ക് എടുക്കുന്നത്? അപ്പോൾ അള്ളാഹുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ക്ഷമിക്കേണ്ടി വരും. അതേപോലെ തന്നെ പിന്നെ മനുഷ്യർക്ക് അഭിഹരിക്കാനുള്ള, നമ്മളിങ്ങനെ അറിയാതെ മുൻപിലുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ക്ഷമിക്കേണ്ടി വരും. നമുക്ക് വരുന്ന അപകടങ്ങൾ അല്ലെങ്കിൽ പിന്നെ പ്രതിസന്ധികൾ നമ്മൾ സാധാരണ. അപ്പം ഇങ്ങനെ പല ടൈപ്പിലുള്ള വിഷയങ്ങളിലും നമുക്ക് ക്ഷമിക്കുക എന്ന സംഗതി നടത്തേണ്ടി വരും. അപ്പോൾ അവിടെ ഈ 4 വാക്കുകൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഇസ്ബിറു എന്നതാണ്. നിങ്ങൾ ക്ഷമ പാലിക്കുക. അതെന്താണ്? അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ നമുക്ക് ജീവിതത്തിൽ പാലിക്കാൻ വേണ്ടിയിട്ട് നമുക്കെങ്ങനെ ക്ഷമ ആവശ്യം വരിക? അള്ളാഹിൻ്റെ വിധിവിലക്കുകൾ നമുക്ക് വലിയൊരു ഉദാഹരണങ്ങൾ നിങ്ങളാണ് ഇപ്പോൾ ഈ എൻ്റെ സ്ഥാനത്ത് നിന്നാണ്ട് ഒരാൾ ഈ ആയത്ത് പറഞ്ഞു കൊടുക്കുക വെച്ചത്. അപ്പോൾ നമുക്ക് അള്ളാഹിൻ്റെ വിധിവിലക്കുകൾ പാലിക്കുന്ന വിഷയത്തിൽ നമുക്ക് ക്ഷമിക്കേണ്ടി വരും. ഒറ്റ ഉദാഹരണം അല്ലെങ്കിൽ ഒന്ന് പറഞ്ഞു നോക്കണേ, ഏതെങ്കിലും നിങ്ങൾക്കൊരു പറ്റുന്ന നോമ്പെടുക്കുക, ആരാധനകൾ, ഇപ്പോൾ നോമ്പ്, നമസ്കാരം, ഇതൊക്കെ നമുക്കിപ്പോൾ ഒരു ക്ഷമയോടുകൂടി ചെയ്യുന്നൊരു സംഗതിയായിട്ട് തന്നെയാണ് വസ്ബിറു
നിങ്ങൾ പിന്നെ നമസ്കാരം കൊണ്ടും ക്ഷമ കൊണ്ടും ഖുർആൻ എടുത്ത് പറഞ്ഞൊരു സംഗതിയാണ്. നിങ്ങൾ അള്ളാഹിനെ സൂക്ഷിക്കാൻ പറഞ്ഞത്. അപ്പോൾ അതേപോലെ തന്നെ പിന്നെ ലുക്മാൻ അലി ഇസ്ലാം മോനോട് കൊടുക്കുന്ന ഉപദേശത്തിലുണ്ട് നമസ്കാരം കൊണ്ടും ക്ഷമ കൊണ്ടും. അപ്പം നമസ്കരിക്കുക എന്നുള്ളത് ക്ഷമയുള്ള ആളുകൾക്ക് പറ്റുന്നൊരു സംഗതിയാണ്. കാരണം അല്ലെങ്കിൽ ഒരാൾ ചിന്തിക്കുന്നതാണ്, ഒന്നും ഇങ്ങനെ നിസ്കരിച്ചപ്പോൾ പ്രത്യേകിച്ച് തണുപ്പ് കാലത്തൊക്കെ എന്താണ് അടുത്തടുത്ത് നിസ്കാരമായി തോന്നി. നമുക്ക് മഗ്‌രിബ് നിസ്കരിച്ച് വന്നപ്പോഴത്തിന് ഇശക്കായി. അപ്പോൾ ആ രൂപത്തിൽ ആരാധനകളെ വിഷയം, ഇപ്പോൾ ഹജ്ജിൻ്റെ ഒക്കെ വിഷയത്തിലാണെങ്കിൽ പ്രത്യേകിച്ച് നോമ്പിൻ്റെ ആണെങ്കിൽ ക്ഷമന്നെയാണ്. നോമ്പ് കാരണം എന്താണ് ക്ഷമന്നെയാണ്. കാരണം വാക്കിനെയും പ്രവൃത്തിനെയും അതേപോലെ തന്നെ ചിന്തകളെയും ഒക്കെ എന്ത് ചെയ്യാണ്, ഇംസാക്ക് ചെയ്യാണ്. കടിഞ്ഞാട്ടിങ്ങനെ പിടിച്ചു നിർത്തുന്നതാണ് എന്ത് പറയാ, നോമ്പ് എന്ന് പറയാം. അസ്യാമു ഇംസാക്ക് എന്നാണ്. ഇങ്ങനെ കൺട്രോൾ ചെയ്ത് പിടിച്ചു നിർത്തുന്നതാണ് ഭാഷയിൽ എന്ത് പറയാ, സോമു എന്ന് പറയാം. അപ്പം ആ രൂപത്തിൽ ആരാധനകൾ നമ്മൾ ക്ഷമയോടുകൂടി നിർവഹിക്കൽ എന്താണ്, നിർബന്ധമാണ്. ഇസ്ബിറു എന്ന് പറയുന്ന ഒരു ഭാഗം എന്താ, പടച്ചോന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, ക്ഷമിക്കുക. അള്ളാഹ്ക്ക് വേണ്ടി ക്ഷമിക്കുക പറഞ്ഞാൽ അള്ളാഹ് നമ്മോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ക്ഷമയോടുകൂടി സഹനത്തോടു കൂടി നിർവഹിക്കുക എന്നുള്ളതാണ്. രണ്ടാമത് അതിന് വരുന്നത് കടമകൾ നിർവഹിക്കുമ്പോൾ അവിടെ നമ്മൾ ക്ഷമിക്കേണ്ടി വരും. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ഡിസ്പോസിബിൾ യുഗമാണ്, എന്താ യൂസ് ആൻഡ് ത്രോ അല്ലേ. അപ്പോൾ നമ്മളൊക്കെ മുമ്പൊക്കെ ഒരു 20 കൊല്ലം മുമ്പ് കല്യാണത്തിനടക്കം നമ്മൾ സ്റ്റീൽ പ്ലേറ്റും സ്റ്റീൽ ഗ്ലാസ് ചെയ്യുന്നു. ഒന്ന് എടുത്ത് അപ്പത്ത് ആൾക്കാർ കഴുകാൻ ആളുണ്ടാവും, അത് കഴുകി അപ്പത്തിന് പുറത്ത് വെക്കണേ. ഇപ്പോൾ നമ്മളെന്താ ചെയ്യുക, അതിനൊന്നും ആൾക്കാർക്ക് എന്തില്ല, ക്ഷമ ഉണ്ടാവില്ല. അങ്ങനെ വല്ല ആൾക്കാർ ഇഷ്ടപ്പെടില്ല. അപ്പോൾ ഡിസ്പോസിബിൾ പ്ലേറ്റ് ഉപയോഗിക്കുന്നു, ഒഴിവാക്കുന്നു. അത് പ്ലേറ്റിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, മുമ്പത്തെ നമ്മൾ പിന്നെ പണ്ട് ഉണ്ടായിരുന്ന പല സംഗതികളും ആ രൂപത്തിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്. നമ്മളൊരിക്കലും കാണാത്ത കേൾക്കാത്തൊരു സംഗതിയാണെന്ത്, വൃദ്ധരായ മാതാപിതാക്കൾ മാത്രം ഒരു സ്ഥലത്ത് ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞൊരു 50 കൊല്ലം മുമ്പുള്ള ഒരു സൊസൈറ്റിയിലൊന്നും അങ്ങനെ ആൾക്കാർക്ക് ആലോചിക്കാൻ കൂടി പറ്റില്ല. പക്ഷേ ഇപ്പം എന്തുണ്ട്, ഇപ്പം അതൊരു പേരൊക്കെ നല്ല പേരിട്ടാൽ ചിലപ്പോൾ എന്താവും, ഓൾഡ് ഏജ് ഹോം എന്നോ അല്ലെങ്കിൽ നല്ല നല്ല കരുണാലയം എന്നോ അങ്ങനെയൊക്കെ നല്ല കിട്ടുന്നുണ്ട്. എന്താ 10,000 15,000 ഒക്കെ അടച്ചിട്ട് ഒക്കെ നമ്മൾ കുട്ടികൾക്ക് സ്കൂളിൽ ഫീസ് കൊടുക്കുമ്പോൾ തന്നെ ഫീസൊക്കെ അടച്ച് റെസീറ്റൊക്കെ വാങ്ങി കൃത്യമായിട്ട് അടച്ചത് നല്ല സിസ്റ്റമാറ്റിക് ആയിട്ട് പോകുന്ന അനേക സ്ഥാപനങ്ങൾ, അതൊക്കെ ഒരു സാധാരണ സംഗതിയായി മാറുകയാണ്. ഇനിയിപ്പോൾ അത് സൊസൈറ്റിയിൽ എന്തല്ല, സൊസൈറ്റിൻ്റെ പുറത്ത് ഉള്ളൊരു സംഗതിയല്ല, ഇതൊക്കെ എല്ലാത്തോടത്തും ഉണ്ടല്ലോ. നമ്മളീ വാർഡിലില്ലെങ്കിൽ മാത്രമേ ഇപ്പം ഇനി എന്തുണ്ടാവുള്ളൂ, ഒരു അതിശയം ഉണ്ടാവുള്ളൂ. ആ രൂപത്തിലേക്ക് എന്ത് ചെയ്യാണ്, അത് വെസ്റ്റേൺ നാടുകളൊക്കെ എന്നോ വന്നു, നമ്മുടെ നാടുകളിലത് ഇങ്ങനെ. അപ്പം അവിടെയാണ് മാതാപിതാക്കളുടെ കടമകൾ പറയുന്നു. നീ വഹ്ഫിൽ ജനാഹക മിനദുല്ലി മിനർ റഹ്മാൻ, നിന്റെ കാരുണ്യത്തിന് ചിറക് നീ എന്ത് ചെയ്യണം, മാതാപിതാക്കൾ താത്തി കൊടുക്കണം. അവർ ഒരാളോ അല്ലെങ്കിൽ രണ്ടാളോ നിന്റെ അടുക്കൽ വരികയാണെങ്കിൽ നീ അവരെന്ത് ചെയ്യണം, സംരക്ഷിക്കണം. അങ്ങനെ ഓരോ സംഗതികളും പറയുമ്പോൾ, അതേപോലെ തന്നെ ഉമ്മയോടുള്ള ബാധ്യത നിർവഹിക്കുമ്പോൾ, അത് പിന്നെ പിതാവിനോടുള്ള ബാധ്യത നിർവഹിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കുറേ ഉപദേശങ്ങൾ ഖുർആൻ പറഞ്ഞു തരികയാണ്. അവിടെ ലുക്മാൻ അലി ഇസ്ലാമിൻ്റെയും അതേപോലെ തന്നെ ഇവരെ മക്കളോട് കൊടുക്കുന്ന ഉപദേശങ്ങളിലൊക്കെ പിന്നെ ഈസാ നബി പറയുന്നത്, യഹ്യാ നബി പറയുന്നത്, ഞാൻ എൻ്റെ മാതാവിനോടും മാതാപിതാക്കളോടും നന്ദി കെട്ടവനായി പ്രവർത്തിക്കുകയില്ല, അങ്ങനെ എന്നെ പടച്ചവനാക്കിയിട്ടില്ല. ഇങ്ങനെയൊക്കെ നമ്മളെ കുറേ കാര്യങ്ങൾ പഠിപ്പിക്കുന്നു. ആ മാതാപിതാക്കൾ ചെയ്ത പിന്നെ അവർക്ക് ചെയ്യേണ്ട സേവനങ്ങളെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നു. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, റബ്ബി ഔസിഇനി അൻ അഷ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅല വാലിദി. അങ്ങനെ ഖുർആൻ ഇങ്ങനെ നമ്മളെ ആ ഒരു ബാധ്യത, ഒരു ബോധം മനുഷ്യൻ്റെ മനസ്സിലുണ്ടാക്കുന്നു. ആ ബാധ്യത നിർവഹിക്കുന്ന വിഷയത്തിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ക്ഷമിക്കേണ്ടി വരും. ഇപ്പോൾ ഒരു ഓരോ ഉദാഹരണങ്ങൾ നമ്മൾ പറയുന്നുള്ളൂ. ഇതേപോലെ ഖുർആൻ നമ്മോട് പറഞ്ഞ കുറേ ബാധ്യതകളുണ്ട്, കടമകളുണ്ട്, കടപ്പാടുകളുണ്ട്. നമ്മൾ പിന്നെ ചോദിച്ചു വരുന്നവനും യാത്രക്കാരും അവകാശം കൊടുക്കുക എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ മിസ്കീനും ദരിദ്രനും അവകാശം കൊടുക്കുക എന്ന് പറയുമ്പോൾ, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മുടെ സ്വത്തിൽ മറ്റുള്ളവർക്കും അവകാശം കൂടാൻ അങ്ങനെ പറയുമ്പോൾ, അതേപോലെ അയൽവാസിയോടുള്ള ബാധ്യതകൾ ഇങ്ങനെ പറഞ്ഞു തരുമ്പോൾ അവസാനം അവർക്ക് അനന്തരാവകാശം വരെ കൊടുക്കേണ്ടി വരുമോ എന്ന് ഞാൻ പേടിച്ചു എന്ന് പറയുമ്പോൾ, അങ്ങനെ പറയുമ്പോൾ അയൽവാസിക്കുള്ള ആളുടെ ബാധ്യത, മാതാപിതാക്കളോടുള്ള ബാധ്യത, അർഹാമിനോടുള്ള, നമ്മളെ ഒരേ ഗർഭപാത്രത്തിൽ വന്നതാണ് റഹമ് എന്ന് പറഞ്ഞ ഭാഗത്തിനർത്ഥം എന്താ, ഗർഭപാത്രവുമായി ബന്ധപ്പെട്ട്, അതുമായി ബന്ധപ്പെട്ട് എന്ന് പറഞ്ഞാൽ ഗർഭപാത്രത്തിൽ നിന്നുണ്ടായ ഒരേ മാതാവിൻ്റെയും പിതാവിൻ്റെയും മക്കൾ, അവരോടുള്ള ബാധ്യത, ജ്യേഷ്ഠാഞ്ജന്മാരോടുള്ള ബാധ്യത, അവർക്ക് പരസ്പരമുള്ള ബന്ധം, ഇതൊക്കെ ഇങ്ങനെ നമ്മൾ വിശദീകരിക്കുമ്പോൾ ആ ബാധ്യതകൾ നിർവഹിക്കാൻ നമ്മളെന്താണ്, നിർബന്ധിതരാണ്. പക്ഷേ അത് നിർവഹിക്കുന്നിടത്ത് നമുക്ക് കുറേ എന്ത് ചെയ്യേണ്ടി വരും, ക്ഷമിക്കേണ്ടി വരും. അപ്പോൾ ഒന്ന് പടച്ചവനുള്ള ആരാധനകളുടെ വിഷയത്തിൽ, മറ്റൊന്ന് ഈ കടമകൾ നിർവഹിക്കുന്നത്, മറ്റൊന്ന് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന വിഷയത്തിലാണ്. അവിടെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, നമുക്ക് വെറുതെ
നമുക്ക് ഇഷ്ടം പോലെ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കാൻ പറ്റും നമുക്ക് തോന്നണ്ട. എന്തൊക്കെയാണ് ഈമാന്റെ ശാഖ എന്ന് റസൂൽ പറഞ്ഞാൽ ഈമാനു ബിദ്ഉം വസബഊന ശുഅബ അഫ്ളലുഹാ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അദ്നാഹാ ഇമാത്തത്തിൽ അദാനി ത്വരീഖ്. അപ്പൊ 70-ൽ ചില്ലാനും ശാഖകളുള്ള ഒരു സംഗതിയാണ് വിശ്വാസം എന്ന് പറഞ്ഞാൽ. അത്തൊഹൂറു ശത്രുൽ ഈമാൻ എന്ന് പറഞ്ഞു, ഈമാന്റെ പകുതിയാണ് ശുദ്ധി എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ അൽ ഹയാഉ മിനൽ ഈമാൻ, ലജ്ജ ഈമാന്റെ ഭാഗം എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഈമാന്റെ ഓരോ കാര്യങ്ങൾ ഇന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അവൻ ഈമാൻ പൂർത്തിയായി. ദാക്കത്തുൽ ഈമാൻ എന്ന് പറഞ്ഞിട്ട് മൻ റളിയ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീൻ വബി മുഹമ്മദ് റസൂലൊക്കെ പറഞ്ഞ് പല കാര്യങ്ങളും അവിടെ ഇവിടെ ആയിട്ട് പഠിപ്പിച്ചു. ഏതായാലും 70-ൽ ചില്ലാനും ശാഖകളുള്ള ഒരു മരം പോലെയാണ് ഈമാൻ. അതിൻ്റെ ഓരോ സംഗതികളും നമ്മൾ ജീവിതത്തിലേക്ക് പ്രാക്ടിക്കലാക്കുമ്പോൾ നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാവും. ഏറ്റവും വലിയ ശാഖയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് അനുസരിച്ച് ജീവിച്ചാൽ അവനെന്തുണ്ടാവും? ഓട്ടോമാറ്റിക്കായിട്ട് അംഗീകരിക്കാത്ത ആളുകൾക്ക് എന്തുണ്ടാവും? പരിഹാസങ്ങളും എതിർപ്പുകളും പ്രയാസങ്ങളും ഉണ്ടാവും. അവിടുന്ന് അങ്ങോട്ട് ഒരു വഴിയിൽ നിന്ന് ഒരാൾ ഒരു ഉപദ്രവം നീക്കണം എന്നൊരാൾ വിചാരിച്ചാൽ പോലും ചിലപ്പോൾ അതെന്തായിരിക്കും? വേറെ ആൾ ബോധപൂർവ്വം വെച്ച ഉപദ്രവമായിരിക്കും. അത് മാറ്റാൻ ചിലപ്പോൾ സമ്മതിക്കൂല. അങ്ങനെയുള്ള ഏറ്റവും നിസ്സാരമായ കാര്യം നമ്മൾ കരുതുന്നത് നന്മ വരെ ചെയ്യുമ്പോൾ നമുക്ക് എന്തുണ്ടാവാം? പ്രശ്നങ്ങളും പ്രതിസന്ധികളും അവിടെയും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ക്ഷമിക്കേണ്ടി വരും. അതേപോലെ തന്നെയാണ് ആപത്തുകളും കഷ്ടപ്പാടുകളും വരും. ഇതാണ് സാധാരണ നമ്മൾ പറയാറുള്ളത്. നമ്മൾ ക്ഷമ എന്നുള്ള നമ്മുടെ മനസ്സിലെന്താണ്? ദുരിതങ്ങളും ദുഃഖങ്ങളൊക്കെ വരുമ്പോൾ, പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ ക്ഷമിക്കുക, അത് ക്ഷമിക്കേണ്ട സംഗതി തന്നെയാണ്. പക്ഷെ അത് മാത്രമല്ല, ഇപ്പോൾ രോഗം വരുമ്പോൾ, അപകടം വരുമ്പോൾ ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? ക്ഷമിക്കണം. ഒക്കെ നമ്മളുള്ള ഇത് തന്നെ. അതിന് ഇഷ്ടംപോലെ ഹദീസുകളുണ്ട്. നമ്മളിങ്ങനെ ഓരോ ഹദീസുകളും പറയാതെ നമ്മളതിൻ്റെ ചുരുക്കം മാത്രം പറയാം. നമ്മൾക്ക് ഇതിനുള്ള ടൈം നമുക്ക് 45-50 മിനിറ്റ് ആണോ. അപ്പം നമുക്കിങ്ങനെ നമ്മളെ ഓർമ്മയിൽ വരുന്ന കുറേ ഹദീസുകളുണ്ട്. ഇപ്പോൾ ഒന്ന് ക്ഷമ വേണ്ടത് ആദ്യ സമയത്താണെന്ന് റസൂൽ പഠിപ്പിച്ചൊരു ഹദീസ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. ഇന്നമ സബുറു ഇന്ദ സ്വതമത്തിൽ ഊല എന്ന് പറയാം. എപ്പോഴാണ് പറഞ്ഞത്? ഒരു സ്ത്രീ മോന് മരിച്ചിട്ട് കബറിൻ്റെ അടുത്തിരുന്നിട്ടും എന്ത് ചെയ്യാണ്? ഭയങ്കര കരച്ചിൽ കരയോ. അപ്പോൾ ആ സ്ത്രീയെ റസൂൽ ഉപദേശിച്ചു, ക്ഷമയെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ എനിക്ക് വായിച്ചത് നിങ്ങൾക്ക് വായിച്ചു കൊടുക്കേണ്ടിയിരുന്നു, അപ്പോൾ മനസ്സിലാവുന്നുണ്ട്. പിന്നെ അപ്പോൾ അവിടെ വേറെ കാര്യമുണ്ട്. അള്ളാഹിൻ്റെ റസൂലിനെ അറിയാത്ത അല്ലെങ്കിൽ മുഖപരിചയമില്ലാത്ത ആളുകളും ആ കാരണം നമ്മൾ ഇന്നത്തെ പോലെ എല്ലാവരും അറിയുന്നപ്പോൾ ഒരാളെ കുറിച്ച് ആളുകൾ ഇപ്പോൾ എല്ലാവർക്കും യൂട്യൂബിൽ നോക്കിയാൽ മതി. പക്ഷെ അന്നങ്ങനെയല്ലോ. ഒരു റസൂലിനെ പല സന്ദർഭം അങ്ങനെ ഉണ്ടായിരുന്നു. റസൂലിനെ അറിയാത്തൊരു ഉമ്മാമ വറകിട്ട് കയറ്റിയ കഥ നമുക്കറിയാലോ. റസൂലിനെ അത്രയും കേട്ടുള്ളൂ, പക്ഷെ എന്ത് ചെയ്തില്ല? കണ്ടിട്ടില്ല. അപ്പോൾ ആ ഗ്രാമങ്ങളിലോ അല്ലെങ്കിൽ മക്കയുടെ പ്രാന്തപ്രദേശങ്ങളിലൊക്കെ കാണാത്ത ആളുകളുണ്ടാവും. അപ്പം അങ്ങനെ ഈ സ്ത്രീ റസൂലിനെ നേരിട്ട് കണ്ടിട്ടില്ല. പിന്നെ ഒരു സഹാബി ഒന്ന് പറഞ്ഞു, നീ എന്താണ് റസൂലിനോട് ഇങ്ങനെ പറഞ്ഞത്? അപ്പോൾ എന്നോട് മാപ്പ് പറഞ്ഞോട് പറഞ്ഞ റസൂലെ ഞാൻ. അപ്പോഴാണ് എന്ത് പറഞ്ഞത്? ഇന്നമ സബറു ഇന്ദ സ്വതമത്തിൽ. ഒരു പ്രയാസം പറ്റുമ്പോൾ ആദ്യഘട്ടത്തിലാണ് ക്ഷമ. അപ്പം നമ്മൾക്ക് ഇതൊക്കെ നമ്മളിപ്പോൾ ഇതിങ്ങനെ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളൊക്കെ നമുക്കൊക്കെ ഇതൊക്കെ അറിയാം. പക്ഷെ നമ്മളെന്ത് ചെയ്യും? ജീവിതത്തിൽ ഇങ്ങനെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും വരുമ്പോൾ നമ്മളെന്ത് ചെയ്യും? അക്ഷമരാകുന്നില്ലത് ഉറപ്പാണ്. അത് റസൂലിൻ്റെ അധ്യാപനങ്ങൾ പോയിട്ടും പഠിച്ച ആളുകൾക്ക് സഹാബാക്കൾ. ഇപ്പോൾ റസൂൽ ഒരു സഹാബിനോട് മാത്രം ഒരു ഉപദേശം മാത്രം പറഞ്ഞു വിട്ടിട്ടുണ്ട് 3 വട്ടം. ലാ തഗ്ലബ് ലാ തഗ്ലബ് ലാ തഗ്ലബ്. നീ എന്ത് ചെയ്ത്? റസൂൽ എന്നാലും അത് കഴിഞ്ഞിട്ട് എന്നാ വേറെ ഇനി എന്താ എന്നോട് വസീയത്തല്ല. എപ്പോഴും റസൂൽ പറഞ്ഞത് ഈ കോപിക്കാതിരുന്നാൽ മതി. പിന്നെയും പറഞ്ഞു അവന്താ അയാൾക്കുള്ള പ്രശ്നം അതോടുകൂടി തീരും. അപ്പം നമുക്കൊക്കെ വൈകാരികമായിട്ട് മനുഷ്യൻ അങ്ങനെയൊക്കെ ആ അവസ്ഥയിലേക്ക് എത്തും. അത് അങ്ങനത്തെ ഉപദേശങ്ങൾ റസൂൽ നൽകിയിട്ടുണ്ട്. ഒരാൾക്കൊരു കോപത്തെ നിയന്ത്രിക്കാൻ കഴിയില്ല. അത് നിയന്ത്രിച്ചതിന് അയാൾ എന്ത് ചെയ്യും? ഇതായി. അപ്പോൾ അയാൾക്ക് ക്ഷമിക്കാൻ കഴിയില്ല. അങ്ങനെ ക്ഷമ വേണ്ടത് ആദ്യഘട്ടത്തിലാണെന്നുണ്ട്. വേറെ ഒന്ന് റസൂൽ പറഞ്ഞൊരു ഹദീസ് നമുക്കൊക്കെ അറിയുന്നൊരു ഹദീസാണ്. ക്ഷമയാണ് ഏറ്റവും വലിയ ശക്തിയുടെ ലക്ഷണം. എന്താ? ലൈസ ശദീദു ബിസുറ. സുറ എന്ന് പറഞ്ഞാൽ മല്ലയുദ്ധം. നമ്മൾ റസ്ലിങ്ങിൽ എതിരാളിയെ മറിച്ചിടുന്ന ആളല്ല എന്ത്? ശക്തൻ. പിന്നെ ആരാണ് ശക്തൻ? ഇന്നമ ശരീദുല്ലദി യംലിക്കു നഫ്സഹു ഇന്ദൽ ഒദബ്. കോപം വരുമ്പോൾ മനസ്സിനെയും ശരീരത്തെയും പിടിച്ചു നിർത്തുന്നവനാണ് ശക്തൻ എന്ന് പറഞ്ഞാൽ മാനസികമായ ശക്തിയാണ് ഏറ്റവും വലിയ പവർ. ശാരീരിക ശക്തിയേക്കാൾ മാനസികമായ ശക്തിയാണ്. അത് ഈമാന്റെ വിഷയത്തിലും അങ്ങനെ തന്നെയാണ്. നമ്മളിങ്ങനെ കുറേ ഹജ്ജും കുറേ ഇത് നിൽക്കുന്നതിനേക്കാൾ ഒരാൾക്ക് ഭക്തിയുള്ള ഹൃദയം ഉണ്ടാവുകയാണ്, കൽബൻ സലീമായി മാറാൻ പറ്റുകയാണെങ്കിൽ അതാണ് ഏറ്റവും വലിയ സമ്പത്ത്. അതേപോലെ തന്നെ കോപം വരുമ്പോൾ ഒരാൾക്ക് ഒരു ശരീരത്തെ പിടിച്ചു നിർത്താൻ കഴിയുകയാണെങ്കിൽ അവനാണെന്ത്? ബലവാൻ, ബലിഷ്ഠൻ എന്നാണ് റസൂൽ പഠിപ്പിക്കുന്നത്. അപ്പോൾ അത് നമ്മളെ ശക്തി, യഥാർത്ഥ ശക്തി എന്നുള്ളത് നമ്മളെ മൈൻഡിനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുമ്പോഴാണ്.
അത് സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഈ വിഷയം എടുക്കുമ്പോൾ, ഇപ്പം ഞാനിപ്പോൾ ഈ വിഷയം എടുക്കുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത് എന്താ, ഒരു 10 ആളോട് ഇത് പറയുമ്പോഴെങ്കിലും എനിക്കെന്ത് എന്നെ ഇപ്പം നമ്മൾ ആദ്യമാതിരി എപ്പോഴും പറയുന്ന ഉദാഹരണമുണ്ട്, നമ്മൾ തിരുമ്പുമ്പോൾ അലക്കുകല്ല് നമ്മൾ തിരുമ്പുന്ന ഡ്രസ്സ് മാത്രമല്ല എന്ത് നന്നാവും, കല്ലും ശരിയോ. ഇതേപോലെ മുബി കേൾക്കുന്നുണ്ട്. ഇനി മുബിക്ക് കോപിക്കുമ്പോൾ എന്നോട് പറയാ എന്ത് ഇത് പറയണേ, നമ്മൾ പണ്ട് പള്ളിയിലച്ഛൻ കുട്ടിനോട് സൺഡേ ക്ലാസ്സിൽ പറഞ്ഞേ, മോനെ കോപിക്കരുത്, കോപം പാപമാണ് എന്ന് പറഞ്ഞപ്പോൾ, അപ്പോൾ അച്ഛന് കോപം വരാറില്ല, ഇല്ല അച്ഛൻ കോപിക്കുക, അച്ഛൻ ദേഷ്യപ്പെടില്ല, അച്ഛൻ ദേഷ്യം തന്നെ വരല്ല, ഇല്ല. അപ്പോൾ അച്ഛൻ ദേഷ്യപ്പെടുന്ന 4-5 അന്നോടല്ലേ പറഞ്ഞാൽ കോപിക്കാറില്ല, എന്ത് അച്ഛൻ ഇവരോട് ദേഷ്യപ്പെട്ടാറ്. അപ്പോൾ അതേമാതിരി നമ്മൾ ഇതൊക്കെ പറയുന്നത് ഞാനും നിങ്ങളൊക്കെ എന്ത് ചെയ്യും, നമുക്ക് അത് മനുഷ്യ സഹജമാണ്. അപ്പം അവിടെ നമുക്ക് ഓർമ്മപ്പെടുത്താനാണ്, വിശ്വാസികൾക്കുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. ഫദക്കിർ, ആ ഓർമ്മപ്പെടുത്തൽ യൻഫഉലിൽ മുഅ്മിനീൻ, വിശ്വാസികളായ ആളുകൾക്ക് എന്ത് ചെയ്യും, ഉപകാരപ്പെടും. നമുക്ക് ആ സമയത്ത് ഓർമ്മ. അപ്പം അങ്ങനെ ഒരു ഓർമ്മയിൽ നമുക്കൊരു സന്ദർഭത്തിൽ നമുക്കത് പിടിച്ചു നിർത്താൻ കഴിയുകയാണെങ്കിൽ നമ്മളെ ഈ തദബ്ബുറും നമ്മളെ ഈ ക്ലാസ്സുകളും നമ്മളെ ഇരുത്തൊക്കെ എന്തായി, അതൊരു പരിധി വരെ വിജയിച്ചു. പക്ഷെ നമ്മൾ പലപ്പോഴും ആലോചിക്കാറ്, നമ്മളെ മുതിർ എന്തെങ്കിലും ഷൗട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഞാൻ ക്ഷമിക്കുക, അത് ക്ഷമയാണ് ശരിക്ക്, കീഴടങ്ങലാണ്. എന്താണ് നിവൃത്തിയില്ലായിട്ട്. ഇപ്പം നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ കാണാം, നല്ല കാലത്ത് അമ്മായിമാരെല്ലാം ഇങ്ങനെ തിളച്ച് നിൽക്കുന്ന സമയമുണ്ടല്ലോ അല്ലെ, എനർജറ്റിക്കായി നിൽക്കുന്ന സമയത്തൊക്കെ മരുക്കൾ എന്ത് ചെയ്യും, ഞാൻ നല്ലോണം ക്ഷമിച്ചിട്ടുണ്ട്, ഇനി ക്ഷമിക്കാൻ കഴിയില്ല, അന്ന് ക്ഷമിച്ചാൽ എന്താണ് അന്ന് ഇവരെക്കാൾ പവർ ഉണ്ട് അപ്പുറത്ത് കീ ഒതുങ്ങാണ്. പിന്നെ ക്ഷമിക്കുക എന്ന് പറയപ്പോഴാണ് അവരിങ്ങനെ വയസ്സൊക്കെ ആയിട്ട് കുറച്ച് തേബാനം, അപ്പം ക്ഷമിക്കുമോ, ആ നല്ലേ കുറേ കാലം ഞാൻ ക്ഷമിക്കണു അതുകൊണ്ട് പിന്നെന്ത് ചെയ്യും, പിന്നെ അവിടെ പവർ എടുക്കാം. അവിടെ എന്താണ് തംലീക്കു നഫ്സോ ഇന്നല്ലോ, അവിടെ മല്ല എന്തല്ല, ആദ്യകാലത്തെ അവർക്ക് ചിലപ്പോൾ ക്ഷമിക്കല്ലേ, എന്താണ് പുതിയ എണ്ണ വന്നാലേ അതേമാതിരി മറ്റേ എല്ലാവരും എന്ത് ചെയ്യും, ഓളിപ്പം തന്നെ അമ്മായിമാരോട് ഇങ്ങനെയൊക്കെ പറയാം, അമ്മായി എത്ര മോശമാണെങ്കിൽ എന്താ പറയുക, ഓളിപ്പം തന്നെ ഇങ്ങനെ കൊമ്പെടുക്കാൻ തുടങ്ങിയതൊക്കെ ചെയ്യും. അപ്പം ആ സമയത്ത് എന്ത് ചെയ്യും, ഒന്ന് ഒതുങ്ങി കൊടുക്കും അല്ലേ. പക്ഷെ ക്ഷമിക്കേണ്ട എപ്പോഴാണ്, ഇപ്പോൾ എല്ലാറ്റിനും കഴിയും. ഇപ്പോൾ ആണെങ്കിൽ ഉമ്മാനെ 4 ചീത്ത പറയാനും ഇതിനൊക്കെ എനിക്ക് കഴിയും. ആ സമയത്ത് ക്ഷമിക്കുക എന്താ പറയുക, ഞാനെന്താ അത് നമ്മൾ പിടിച്ചെക്കുകയാണ്, നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം. അതേപോലെ നമ്മളെക്കാൾ പവർ കുറഞ്ഞ നമുക്ക് വേണമെങ്കിൽ ആക്ഷൻ എടുക്കാൻ പറ്റുന്ന ഒരാളെടുത്ത് ക്ഷമിക്കുമ്പോഴാണ് എന്ത് ചെയ്യുക, നമ്മൾ ക്ഷമിക്കാൻ ശരിക്കും പറയാം. മറ്റെന്താണ് നിവൃത്തിയില്ലായിട്ട്, ഇപ്പം ഞാൻ ഷെയ്ഖ് തമീമിനോട് ക്ഷമിച്ചു എന്നൊക്കെ പറഞ്ഞെന്താ, അല്ലെങ്കിൽ ഞാൻ ആ പോലീസുകാരനെ പറഞ്ഞേ ഞാൻ ക്ഷമിച്ചാണ്, അതിനർത്ഥമുണ്ടോ. അപ്പം അതെല്ല ക്ഷമ എന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയും, നമുക്ക് നമ്മൾ പിന്നെ ചെയ്യാൻ പറ്റും, വേണമെങ്കിൽ എന്തെങ്കിലും പ്രതികരിക്കാൻ പറ്റും. പക്ഷേ അവിടെ നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് ക്ഷമിക്കാന്നില്ല. അപ്പം ഇത് ഈ ഇസ്ബിറൂ നിലയിൽ ഇതൊക്കെ പെടും. അപ്പോൾ ആപത്തുകളും കഷ്ടപ്പാടുകളൊക്കെ വരുമ്പോൾ നമ്മൾ സാധാരണ കേൾക്കുന്ന ഒരു ആയത്താണ് എന്ത്, സൂറത്ത് ബക്കറയിലെ 165 അല്ലേ, 165-ാമത്തെ ആയത്ത്, 155-ാമത്തെ ആയത്ത് എന്താണ്, വലനബലുവന്നക്കും ഒന്ന് ഓദിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്കൊക്കെ ഇതിനോട് ആഡ് ചെയ്ത് എപ്പോഴും പറയാൻ പറ്റുന്നതാണ്. വലനബലുവന്നക്കും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്തി വബശ്ശിരിസ് സ്വാബിരീൻ. ഇതൊക്കെ വിശ്വാസികളായ ആളുകൾക്ക് നിർബന്ധമായിട്ടും അള്ളാഹു പരീക്ഷണങ്ങൾ കൊടുക്കും എന്ന് നമ്മളെ പഠിപ്പിക്കണം. ഇപ്പം നമുക്കെന്താ പരീക്ഷണങ്ങൾ വരാത്തതെന്നാണ് നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത്. എന്തേ ഈ പരീക്ഷണം വന്നു എന്നല്ല. കാരണം എന്താ, നമ്മൾ ആദ്യം തന്നെ പഠിച്ചോൻ പറഞ്ഞ് പഠിപ്പിക്കുന്നത് എന്താണ്, വലനബലുവന്നക്കും, നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. വിശ്വാസികളാണെങ്കിൽ എന്ത് ചെയ്യും, പരീക്ഷിക്കുക തന്നെ. എന്തുകൊണ്ടൊക്കെ പരീക്ഷിക്കും, ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്തി. അതിൽ ഏതാ നിങ്ങൾക്ക് കിട്ടാത്ത വേർഡ്, ഖൗഫ്, പേടിപ്പിച്ചിട്ട്. ഇപ്പം നമ്മളിപ്പോൾ അവിടെ CA പാസ്സാക്കും, അല്ലെങ്കിൽ NRI വരും, പല തരത്തിലുള്ള പേടികൾ നമുക്കുണ്ടാവും. അങ്ങനത്തെ പേടിയൊക്കെ വിശ്വാസികൾക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ പേടിപ്പിക്കുന്നൊരവസരം വരുമെന്ന് നമ്മൾ ആദ്യം പ്രതീക്ഷിക്കുന്ന ആളുകളാണ്. അതേപോലെ തന്നെ ജൂ, പട്ടിണി, വിശപ്പ്, അതൊക്കെ വരാം. ഇപ്പം നമുക്ക് ആർക്കും ഇതുവരെ പട്ടിണി ഇല്ലെങ്കിൽ നമ്മൾ ഉറപ്പിക്കേണ്ടതാണ്, ഒരു സമയം നമുക്ക് എന്തായാലും പട്ടിണി എടുക്കേണ്ടി വരും. കാരണം എന്താ, വലനബലുവന്നക്കും, നിങ്ങൾ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. ചിലപ്പോൾ നമുക്ക് പൈസ ഒക്കെ ഉണ്ടാവും, പക്ഷേ ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത രൂപത്തിലോ അല്ലെങ്കിൽ അത് വാങ്ങാൻ കഴിയാത്ത രൂപത്തിലോ എങ്ങനെയും നമുക്ക് എന്ത് ചെയ്യും, അങ്ങനെ പരീക്ഷണത്തെ നമ്മളെപ്പോഴും പ്രതീക്ഷിക്കണം. പിന്നെ നഖ്സിമിനൽ അംവാലി വൽ അൻഫുസി, സമ്പത്തിലും ശരീരത്തിലും കുറവ് വന്നിട്ട്
നമുക്ക് എല്ലാ കാലത്തും ഒരേപോലെ പൈസ ഉണ്ടാവുമോ? നമുക്കൊക്കെ ലൊഴഫു ഇംകാനാത്ത് അല്ലെങ്കിൽ സാമ്പത്തിക പ്രയാസങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞ ഒന്നിനെ പ്രതീക്ഷിക്കാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അവരാണ് ശ്രദ്ധിക്കണത്. ഉറപ്പായിട്ടും നമുക്ക് എന്തുണ്ടാവും? ഇപ്പം നമുക്കുള്ള അല്ലെങ്കിൽ നമുക്ക് നൽകിയ സാമ്പത്തിക ഭദ്രതയിൽ ഒരിടിവ് നൽകിക്കൊണ്ട് പറിച്ചോ എന്ത് ചെയ്യും? നമ്മളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. ഇതുവരെ പരീക്ഷിക്കുക അൽഹംദുലില്ലാ എന്ത് ചെയ്തില്ല, നമുക്കൊന്നും വന്നിട്ടില്ല എന്ന് വിചാരിച്ചാൽ മതി. പക്ഷെ ഏത് സമയത്തും വലിയൊരു സാമ്പത്തികമായി നമുക്ക് വരാം. പിന്നെ നക്സിമിനെ ലംബാലി വൽ അംഫുസ്, ഇപ്പം നമ്മുടെ ശരീരത്തിന് വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമുക്കെന്ത് നമ്മളെ കാലിനോ കയ്യിനോ കണ്ണിനോ കാതിനോ ഏതെങ്കിലും ഒരു അവയവത്തിനൊക്കെ ചിലപ്പോൾ ഒരു മാരകമായ രോഗം വരാം. ഇപ്പോഴുള്ള ഈ അന്യൂന്യമായിട്ട് എല്ലാം തികഞ്ഞൊരവസ്ഥയിൽ നിന്നും നമുക്കൊരു ചെറിയ അസുഖം വരുമ്പോഴേക്കും നമുക്ക് എന്താണ്, അത് പല്ലുവേദന വന്നാൽ അത് സഹിക്കൂല, എന്നാൽ അതല്ലാത്തൊക്കെ സഹിക്കും നമ്മൾ വിചാരിക്കുക. അങ്ങനെ തൊണ്ടവേദന വന്നാൽ, തലവേദന വന്നാൽ, ഏത് വേദന വന്നാലും നമുക്ക് അതെന്തില്ല, നമുക്ക് സഹിക്കൂല, നമുക്ക് ഇതാവും. പക്ഷേ അതിനേക്കാൾ വലിയ മാരകമായിട്ട് ഒരു കിഡ്നി പോയി, അല്ലെങ്കിൽ നമ്മളെ ലിവർ പോയി, അതല്ലെങ്കിൽ നമ്മളെ ഹാർട്ടിനൊരു ബ്ലോക്ക് വന്നു, അതല്ലെങ്കിൽ ഡയാലിസിസ് സെൻ്റർ രൂപത്തിൽ നമ്മൾ ഇന്റേണൽ ഓർഗൻസിന് പ്രശ്നങ്ങൾ വന്നു, അതൊക്കെ നമ്മൾ നേരിടണ്ടേ? അങ്ങനത്തെ ശാരീരികമായിട്ടുള്ള നഷ്ടങ്ങളും കുറവുകളും പ്രശ്നങ്ങളും നമ്മൾ അഭിമുഖീകരിക്കണ്ടേ? വരുന്ന ഉറപ്പാണ്. വന്നാൽ നമ്മൾ അപ്പൊ ഇതൊക്കെ നമ്മൾ ആദ്യമേ ഒരു വിശ്വാസിയെ പഠിച്ചവൻ ആദ്യമേ എന്ത് ചെയ്യാണ്, അതിന് റെഡിയാക്കി നിർത്തുകയാണ്. വലനബലുവന്നക്കും ബിശൈഇ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സി മിനൽ അംവാലി വന്നഫുസി വസമറാത്തി. വിഭവങ്ങൾ ഇപ്പൊ നാട്ടിലൊക്കെ നമ്മൾ പല കൃഷിയും ചെയ്യും, അല്ലെങ്കിൽ സാധാരണഗതിയിൽ ഇപ്പൊ ഇതിലൊക്കെ ഏതെങ്കിലും ഒരെണ്ണത്തിൽ ഒന്നിനെ ഫേസ് ചെയ്യാത്ത ആൾക്കാരുണ്ടാവില്ല. അപ്പൊ നമുക്ക് ഇക്കുറി വള കിട്ടിയില്ല, അല്ലെങ്കിൽ വാഴക്കണ് ഒരു കർഷകനൊക്കെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഒരു വർഷത്തെ പ്രതീക്ഷയാണ് എന്ത്, ആ വാഴക്ക് ഇങ്ങനെ കൊലച്ച് വരുന്നത്. ആ സമയത്ത് ഒരു കാറ്റടിച്ചിട്ട് അല്ലെങ്കിൽ ഇതാണ് പോയാൽ. അപ്പോൾ ഏത് തരത്തിലുള്ള ആളുകൾക്കും ഇങ്ങനെ അവരുടെ മനസ്സിലൊരു ധാരണ പഠിച്ചുണ്ടാക്കിയത് നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ നമ്മളത് ഓതുക മാത്രമല്ല, നമ്മളതിനെ ഉൾക്കൊണ്ട് അതിനെക്കുറിച്ച് ആലോചിച്ച് അങ്ങനെയൊക്കെ വരാം എന്ന രൂപത്തിൽ ജീവിതത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വബശ്ശിരി സ്വാബിരീൻ എന്ന അവസാന പാർട്ടിനായിരിക്കും എന്ത് ഇമ്പോർട്ടൻറ്റ്. ഉറപ്പാണ്. നമുക്ക് ക്ഷമിക്കണം, ക്ഷമിക്കാൻ ആ ക്ഷമ എല്ലാവർക്കും ചിലപ്പോൾ കിട്ടിക്കോളുന്നില്ല. അതുകൊണ്ടാണ് വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനൂ വഅമിലു സ്വാലിഹാത്തി വതവാസൂ ബിൽ ഹഖ് വതവാസൂ ബിസ്സുബ്ർ. എല്ലാ ആളുകൾക്കും നഷ്ടമാണ്. ആ നഷ്ടത്തിന് കഴിച്ചിലാകാതെ 4 കാര്യങ്ങൾ പറഞ്ഞ് വിശ്വസിക്കണം, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കണം. അവിടെ നിന്നാൽ പോരാ, പലരും അവിടെ നിൽക്കുകയാണ്. എന്താ? വിശ്വസിക്കുക, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുക, അതോടുകൂടി നമുക്ക് അത്യാവശ്യം കായികത അത് പോരാ. വത്തവാസൂ ബിൽ ഹഖ്, അതിൻ്റെ പാർട്ടാണ് നമ്മളിപ്പോൾ ഈ തദബ്ബുർ സംഘടിപ്പിക്കുന്നതും. ഇതുപോലെ പരസ്പരം ഇപ്പോൾ വേറെ ക്ലാസ്, ഇപ്പോൾ അവിടെ നമ്മളിരിക്കും, ഇവിടെ വേറെ ആയിരിക്കും, അല്ലെങ്കിൽ അപ്പുറത്ത് വേറെ ആയിരിക്കും, അല്ലെങ്കിൽ ചർച്ചാ ക്ലാസ് ആണെങ്കിൽ അങ്ങനെ അങ്ങോട്ടും ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, വത്തവാസൂ ബിൽ ഹഖ് വത്തവാസൂ ബിസ്സുബ്ർ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സാരോപദേശം നടത്താൻ, ക്ഷമയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ ഉള്ള അവസരങ്ങൾ ഉണ്ടാക്കുക. ആ അവസരങ്ങൾ വിനിയോഗിക്കുക. അതും കൂടി നമ്മൾ ലൈഫിൻ്റെ പാർട്ടാക്കി മാറ്റിയാൽ നമുക്ക് എന്ത് ചെയ്യാം, ഹുസ്റിൽ നിന്ന് രക്ഷപ്പെടാം, നഷ്ടക്കാരിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കും. അതേപോലെ മറ്റൊരു സൂക്താണ് പിന്നെ സൂറത്ത് ഹൂദിലെ 11-ാമത്തെ അധ്യായമായ സൂറത്ത് ഹൂദിലെ 49-ാമത്തെ ആയത്ത് എന്താവും നോക്കിക്കണി. ഫസ്ബിർ ഇന്നൽ ആഖിബത ലിൽ മുത്തഖീൻ. ആഖിബത്ത് നല്ല പര്യവസാനം ആർക്കാണ്? മുത്തഖീങ്ങൾക്ക്. അതുകൊണ്ട് എന്ത് ചെയ്യുക, മുത്തഖി ആവണമെങ്കിൽ എന്ത് ചെയ്യണം? ഫസ്ബിർ, നീ ക്ഷമ പാലിക്കണം. അപ്പം ക്ഷമിക്കുക എന്നത് നല്ല പര്യവസാനത്തിന് നിർബന്ധമായൊരു സംഗതിയാണ്. നല്ല പര്യവസാനം ആഗ്രഹിക്കാത്ത ആൾക്കാരുണ്ടോ? ഇതൊക്കെ ഇപ്പോൾ ലൈഫൊക്കെ ഇങ്ങനെ തട്ടിമുട്ടിക്കാൻ എന്ത് ചെയ്യും, പോകും. നമ്മളെ കുട്ടിക്കാലം അത് നമുക്ക് വലിയ ഒന്നും അറിയണ്ട, ബാധ്യതകളൊന്നും അറിയണ്ട. ഒരു 10-20 വയസ്സോളം നമ്മളങ്ങനെ ലൈഫ്, ഓക്കെ ഒരു 20 വയസ്സ് മുതൽ ഒരു 60 വയസ്സ് വരെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ശരിക്കും ലൈഫ് ആസ്വദിക്കുന്നത്, നമ്മൾ അറിഞ്ഞുകൊണ്ട് ജീവിക്കുന്നത്. നമുക്ക് എന്ത് വേണമെന്ന് നമ്മൾ തീരുമാനിച്ച് അത് ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടി നമ്മളിങ്ങനെ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന കാലം. അത് 60 വയസ്സൊക്കെ കഴിഞ്ഞാൽ പിന്നെന്തായി, പിന്നെ തിരിച്ച് നമ്മളെന്തെങ്കിലും ഉണ്ടാക്കിക്കണമെങ്കിൽ അതുകൊണ്ട് നമ്മൾ അഭിമുഖീകരിക്കാതിരിക്കുന്ന, മരണത്തിന് മുൻപ് അഭിമുഖീകരിക്കാതിരിക്കുന്ന കഷ്ടനഷ്ടങ്ങളെയും രോഗങ്ങളെയും പരീക്ഷണങ്ങളെയൊക്കെ എങ്ങനെ പരമാവധി മീറ്റപ്പ് ചെയ്തും മേക്കപ്പ് ചെയ്തും മുന്നോട്ട് പോകാമെന്ന് ചിന്തിക്കുന്നതാണ്. കാരണം അത്ര റസൂൽ പറഞ്ഞിട്ടുള്ളൂ, അമാറു ഉമ്മത്തി മാബൈന സിത്തീന വസബഈൻ, എൻ്റെ ഉമ്മത്തിൻ്റെ ആയുസ് 60-നും 70-നും ഇടയിലാണ്. അതിലിറക്ക് കിട്ടിയാൽ അൽഹംദുലില്ലാഹ് വലിയ ഖൈർ എന്ന് വിചാരിച്ചാൽ മതി. അപ്പം അത്ര ചെറിയൊരു ലൈഫ്, ആ ലൈഫിൽ
എന്തായാലും നമുക്ക് കുറേ പരീക്ഷണങ്ങൾ നമ്മളിങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അധികമൊന്നും വന്നിട്ടില്ല. ഇടയ്ക്കൊന്ന് വന്നാൽ പറഞ്ഞ പോലെ ഒരു പരീക്ഷണം എനിക്ക് വന്നു. അങ്ങനെയാണ് അത് ആ രൂപത്തിൽ കാണുമ്പോഴാണ് അജബല്ലി അംറിൽ മുഅ്മിൻ ഇദാ അസാബഹു സറാ ഫശക്കറ ഫകാന ഖൈറൻ ലഹു ഫഇദാ അസാബഹു ളറാ ഫസബറ ഫകാന ഖൈറൻ ലഹു. ഓന് നന്മ ബാധിച്ചാലും തിന്മ ബാധിച്ചാലും എന്താണ്, രണ്ടു ഗുണമായിട്ട് മാറും. നന്മ വായിച്ചാൽ അവൻ നന്ദി കാണിക്കും, അതവൻ എന്തായി, അതൊരു ഹൈറായി മാറി. ഒരു പ്രയാസം വന്നാലോ അവൻ ക്ഷമിക്കും, അതും അവൻ എന്തായി മാറി, ഹൈറായി മാറി. അപ്പോൾ ഫസ്ബിർ എന്നത് സ്വാബിറു എന്നത് നമ്മൾ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ വിശാലമായ അർത്ഥത്തിൽ നമുക്ക് ആ ഒരൊറ്റ വാക്കാണ് പറയെങ്കിലും നിങ്ങൾ ക്ഷമിക്കുക. അടുത്തെന്താണ് പറയുന്നത്, ഈ ക്ഷമയുമായി ബന്ധപ്പെട്ടതിനെ വസ്വാബിറു, നിങ്ങൾ എന്ത് ചെയ്യുക, ക്ഷമയിൽ അതിജയിക്കുക, ക്ഷമയിൽ മികവ് കാട്ടുക. അപ്പോൾ അതും നമുക്കിപ്പോൾ അതേപോലെ തന്നെ ഈ കുടുംബങ്ങളും അയൽക്കാരും സ്വന്തം ജനങ്ങളും എതിർകക്ഷികളും സ്വന്തം കക്ഷികളും മനുഷ്യരും പിശാചുക്കളും ഒക്കെ അടങ്ങുന്ന ശത്രുക്കളിൽ നിന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യും, പ്രയാസങ്ങൾ നേരിടും, ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ആ സമയത്തൊക്കെ നമ്മൾ നേരിടുന്ന ഉപദ്രവങ്ങളിലൊക്കെ ക്ഷമയിൽ അവരെക്കാൾ നമ്മൾ എന്ത് ചെയ്യുക, മികവ് കാണിക്കുക എന്നാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ സാധാരണ പറയാം ഇങ്ങോട്ട് കാട്ടീന് അങ്ങോട്ടും അതേ പകരം, അങ്ങനെയല്ല ഇത് പറഞ്ഞാ നമ്മളോട്. ഇപ്പം നമ്മളിപ്പോൾ ജ്യേഷ്ഠം നമുക്ക് ഇങ്ങനെ ഒന്നും നമുക്ക് സഹായിക്കുന്നില്ല അല്ലെങ്കിൽ ഒന്നും തരുന്നില്ല, അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അങ്ങോട്ടൊന്നും കൊടുക്കുന്നില്ല, അങ്ങോട്ടൊരാൾ മിണ്ടുന്നില്ല, നമ്മളും അങ്ങോട്ട് എന്ത് ചെയ്യുന്നില്ല, മിണ്ടുന്നില്ല. ആ ഒരു ലെവൽ വിട്ടിട്ട് എന്ത് ചെയ്യുക, അപ്പോൾ സ്വാബിറു, ക്ഷമയിൽ നിങ്ങൾ എന്താവുക, മറ്റുള്ളേക്കാൾ മികച്ചു നിൽക്കുക, നിങ്ങൾ മുകളിൽ നിൽക്കുക. അപ്പോൾ വിശ്വാസികളായ ആളുകൾ ഇതൊക്കെ ഈ 4 കാര്യങ്ങൾ എന്തിനാ പറഞ്ഞത്, ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾക്ക് വിജയിക്കാൻ കഴിഞ്ഞേക്കുന്നാൽ ആ വിജയിക്കാൻ കഴിയുന്ന 4 കാര്യങ്ങൾ നമ്മളെ മുമ്പിൽ വെക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ക്ഷമയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വസ്വാബിറു, നിങ്ങൾ മികവ് കാണിക്കുക എന്നുള്ളത്, മുൻപിൽ നിൽക്കുക എന്നുള്ളത്. ആ മുമ്പിൽ നിൽക്കുന്ന വിശ്വാസിക്ക് അങ്ങനെ അവൻ്റെ സ്റ്റേജ് ഉയർത്താൻ കഴിയും. ഇപ്പോൾ റസൂലിൻ്റെയൊക്കെ കാലത്തുണ്ടായിരുന്നപ്പോൾ നമ്മൾ കുറേ സഹാബാക്കളുടെ ചരിത്രങ്ങൾ പറയുന്നുണ്ട്. അതിലിപ്പോൾ ജസ്റ്റ് തദബ്ബറിലൊക്കെ നമുക്ക് ഓർമ്മിക്കേണ്ട ഒന്നാണ് ഹുബൈബ് ബിൻ അദ്ദാർ റളിയല്ലാഹു അൻഹു. അദ്ദേഹം മക്കയിൽ ഉള്ള വിശ്വാസികളായ ആദ്യകാല വിശ്വാസികളായിട്ട് ബദർ യുദ്ധത്തിലൊക്കെ പങ്കെടുത്ത് പിന്നെ വളരെ ധീരയോദ്ധാവായി നിൽക്കുമ്പോൾ റസൂല് ഒരു നിവേദക സംഘമായിട്ട് മദീനയിൽ നിന്ന് പറഞ്ഞയക്കുന്ന സമയമുണ്ട്. അങ്ങനെ പറഞ്ഞയച്ച് അയാളെ പിടിച്ച് കുറേ ദൂതന്മാരോട് പല രൂപത്തിലും പെരുമാറാറുണ്ട്. ഇവർ ചെയ്തെന്താ വെച്ചാൽ 2 ആളെ വധിച്ച് 2 ആളെ മക്കാർക്ക് വിറ്റ് എന്ന് പറഞ്ഞാൽ മക്കയിൽ നിന്ന് വന്ന ആൾക്കാരെ വരും. അപ്പോൾ ഒരു പ്രതികാരം ചെയ്യാൻ വേണ്ടി അങ്ങനെ ബദറിൽ കൊല്ലപ്പെട്ട അംർ ബിൻ ഹാരിസൻ്റെ വീട്ടുകാർ ഇയാളെ വാങ്ങി. എന്നിട്ട് ഒരു നിരന്തര പീഡനങ്ങൾ, കാരണം ഓൽക്ക് ആ അരിശം തീർക്കാന്നൊക്കെ പറയില്ലേ, അങ്ങനെ നമ്മളെ ഹുബൈബിൻ്റെ ചരിത്രം കേട്ടിട്ടുണ്ടാവും. അവസാനം കുരിശ് തറച്ചിട്ട് ഓരോ ഇറച്ചി കഷ്ണം അരിഞ്ഞെടുത്തിട്ട് ഇങ്ങനെ അദ്ദേഹത്തെ പീഡിപ്പിച്ച് കൊല്ലുകയാണ്. അപ്പോൾ അവസാനം അദ്ദേഹത്തിന് എന്തെങ്കിലും ആഗ്രഹം വേണ്ടി നിങ്ങൾക്ക് എനിക്ക് 2 റക്അത്ത് നിസ്കരിക്കാൻ വേണ്ടി ഇന്നെ അനുവദിക്കണം എന്ന് പറഞ്ഞ കുരിശ് തറക്കുന്ന മുൻപ് ചോദിച്ച് നിസ്കരിച്ച ആൾ പെട്ടെന്ന് നിസ്കരിച്ചിട്ട് പിന്നെ പറഞ്ഞു, നിങ്ങൾ എന്നെ ബീരു എന്ന് വിളിക്കൂലായിരുന്നെങ്കിൽ ഞാൻ ഈ നിസ്കാരമാണ് സ്വലാത്തു ശുഹദ എന്നറിയപ്പെട്ട നിസ്കാരം, നമ്മൾ ചരിത്രത്തിൽ കാണാൻ കഴിയും. അവിടെ നിന്നാണ് പറയുന്നത്. എന്നിട്ട് പിന്നെ അദ്ദേഹം ഒരു ചരിത്രത്തിൽ അദ്ദേഹം ഇങ്ങനെ ഒരു പാട്ട് പാടുന്നുണ്ട്, പിന്നെ ഇത് നോക്കിയിട്ട് നമ്മളിപ്പോൾ ആ ക്ഷമൻ്റെ ഇത് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ വരികൾ കാണാൻ കഴിയും. നമ്മുടെ അതേപോലെ അദ്ദേഹത്തിൻ്റെ ലാസ്റ്റുള്ള നമ്മൾ ഈ മിമ്പർമന്ന് കേൾക്കാറുണ്ടല്ലോ, അല്ലാഹുമ്മ അഹ്സിഹിം അദദ വഖ്തുലുഹും ബദദ വലാ തബ്കി മിൻഹും അഹദ എന്ന് പറഞ്ഞിട്ട് ഒരു ഈ ഗസൻ്റെ ഒക്കെ ഇതില്ലേ, അള്ളാഹു അവരിൽ ഒരാളെയും വെറുതെ വിടരുത്, അവരെ മുഴുവനും നീ കൊന്നുകളയണം, നശിപ്പിക്കണം, വലാ തബ്കി മിൻഹും അഹദ, ഒരാൾ ബാക്കിയാക്കി എന്ന് പറഞ്ഞാൽ അത്രയും പീഡിപ്പിച്ചിട്ട് ഇഞ്ചിഞ്ചായിട്ട് ഇതാക്കിയ അതെ. എന്നിട്ട് ഇവർ പിന്നെ കുരിശിലേറ്റുമ്പോൾ അദ്ദേഹം അവിടെ തറക്കുമ്പോൾ അദ്ദേഹം പാടാണ്, വലസ്തു ഉബാലിഹീന അക്തൂലു മുസ്ലിമ അലാ അയ്യി ജംബിൻ കാന ഫില്ലാഹി മസ്റഇ വദാലിക ഫീ ദാത്തിൽ ഇലാഹി വഇൻ യശ യുബാരിക് അലൽ ഔസാലി ശഉലു മുമസ്സഇ. അല്ലാഹുവേ, ഇവരൊക്കെ ഇത് ഇങ്ങനെ ചോദിച്ചാൽ പറയാം, എൻ്റെ മരണം ഞാൻ മുസ്ലിമായിട്ട് നേരിടുന്നതുകൊണ്ട് ഏത് വശത്തേക്ക് ഞാൻ വീണാലും എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ എന്നെങ്ങനെ നിങ്ങൾ കുരിശിറക്കൊന്ന് ഞാൻ എവിടേക്കും മറിഞ്ഞു വീണാലും എനിക്ക് യാതൊരു വ്യത്യാസമില്ല, അതെല്ലാം അള്ളാഹുവിൻ്റെ വഴിക്കായിരിക്കും. അള്ളാഹു വിചാരിക്കുകയാണെങ്കിൽ എൻ്റെ ഈ കിളിർന്ന മുറിച്ച് ചിന്നിച്ചിതറിയ അവയവങ്ങൾക്കൊക്കെ പടച്ചോൻ ചെയ്യും, അനുഗ്രഹം നൽകും. അതിനിടയ്ക്ക് അവരൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്,
നിന്റെ സ്ഥാനത്ത് മുഹമ്മദിനെ ഇവിടെ ആക്കി തള്ളി പറഞ്ഞ് നിനക്ക് ഇവിടെ രക്ഷപ്പെടാൻ നീ ആഗ്രഹിക്കണം. അപ്പോൾ പറഞ്ഞെന്താ, മുഹമ്മദിൻ്റെ കാലിലൊരു മുള്ള് തറക്കണത് പോലും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അത്രയും ധീരമായിട്ടുള്ള പ്രഖ്യാപനം നടത്തുന്ന ആ സമയത്തുള്ള ക്ഷമ. അപ്പോൾ അവരൊക്കെ മനസ്സിലെന്താ വെച്ചാൽ ഇങ്ങനെ ഒരു ധാരണ മനസ്സിലുണ്ടാവുകൊണ്ടാണ് കഴിഞ്ഞത് ഞാൻ പറഞ്ഞത്. ഓരോട് റസൂൽ ഇപ്പോൾ ഈ ഇസ്ബിറു വസ്വാബിറു എന്നൊക്കെ ആയത്തോതി കൊടുത്താൽ, അല്ലെങ്കിൽ അവർ ഈ ആയത്തുകളൊക്കെ മനസ്സിലാക്കുന്നത് ഈ രൂപത്തിലാണത്, നിങ്ങൾ ക്ഷമയിൽ മികവ് കാണിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ വളരെ ബലുവന്നക്കും ബിശൈമിൽ ഹൗഫി വൽ ജൂഇ വൽ നഖ്സിമിൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് എന്ന് പറയുമ്പോൾ അവർ ക്ഷമയെക്കുറിച്ച് മനസ്സിലാക്കിയതിൻ്റെ ആ ഒരു ഇതാണ് എന്താ അതിൻ്റെ ഒരു പ്രതിഫലനം നമ്മൾ കാണുന്ന ചരിത്രത്തിൽ. ഇതേപോലെ ഇഷ്ടംപോലെ ഇപ്പം നമുക്ക് അമ്മാറിൻ്റെയും ബിലാലിൻ്റെയും ഹബ്ബാബിൻ്റെയും ഒക്കെ നമുക്ക് കഥകൾ അറിയാം. ഓരോ സമയത്തും ഈ സഹാബാക്കൾ ഏൽക്കുന്ന പീഡനങ്ങൾ, അവർക്കേറ്റ പ്രയാസങ്ങൾ, അതൊക്കെ നമ്മൾക്ക് പറയാൻ നല്ല എളുപ്പമാണ്. ഇപ്പൊ ബിലാലിനൊക്കെ മണലിലിങ്ങനെ ചുട്ടുപഴുത്ത മണലിൽ കടത്തിയിട്ട് പാറക്കല്ല് നെഞ്ചിൽ കയറ്റിച്ചിട്ട് വലിക്കുമ്പോഴും അള്ളാഹു അഹദ് എന്ന് പറഞ്ഞതും, ഹബ്ബാബിന് അർത്ഥമുള്ളാഹുവിനെ അദ്ദേഹത്തിന് ഇരുമ്പ് പണിക്കാരനായ അദ്ദേഹത്തിന് ആലയിന്ന് ചുട്ടുപഴുത്ത ഈ ഇരുമ്പ് എടുത്തിട്ട് പുറത്തള വെക്കുകയാണ്. അങ്ങനെ പല ഭാഗത്തും വെച്ചാണ് ഇങ്ങോട്ട് ആ ഇരുമ്പ് ശീൽക്കാരം വരുന്ന ഇറച്ചി ഇങ്ങനെ വേവുന്ന ആ ഒരു സന്ദർഭത്തിലും ഒരു ചാഞ്ചല്യമില്ലാതെ ഈമാ മുറുകെ പിടിച്ചുകൊണ്ട് ഈമാ എന്ന് മാറാതെ ഇസ്ലാമിന് വേണ്ടി ക്ഷമിച്ച് ജീവിക്കുന്ന ആ സഹാബാക്കളുടെ ചരിത്രം ഇങ്ങനെ നമ്മളെ മുമ്പിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു വലിയ ഇപ്പോൾ രോഹിംഗ്യ മുസ്ലിങ്ങൾക്കുള്ളത് പോലെ, അല്ലെങ്കിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള മുസ്ലിങ്ങൾ പീഡിപ്പിക്കപ്പെടുന്ന പോലെ നമുക്ക് വന്നില്ല. വ്യക്തിപരമായിട്ട് ചെറിയ വല്ല രോഗങ്ങൾ കൊണ്ടോ കുടുംബത്തിൽ നിന്നുള്ളതുകൊണ്ടോ ഒക്കെ വരുമ്പോഴേക്കും നമ്മളെന്തായി മാറലുണ്ട്, നമ്മളാകെ തകർന്നു പോകാറുണ്ട്. നമ്മളിപ്പോൾ മുസ്ലിം കുടുംബങ്ങളിൽ നിന്നൊക്കെ എത്രയോ കുട്ടികൾ ചെറിയ വിഷയങ്ങൾക്ക് പോലും ആത്മഹത്യ ചെയ്യണ മക്കളുണ്ട്. കണ്ടില്ലേ, മാർക്ക് കുറഞ്ഞാൽ, ഗ്രേഡ് കുറഞ്ഞാൽ, ഇപ്പോൾ വാപ്പ ചീത്തറിഞ്ഞു, ഉമ്മ ചീത്തറിഞ്ഞു, ഫോൺ വിളിച്ചപ്പോൾ രൂക്ഷമായിട്ട് എന്തോ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ എന്താ വെച്ചാൽ എന്താണ് ക്ഷമ എന്നുള്ളതും ക്ഷമയുടെ ഭാഗത്തെക്കുറിച്ചുള്ള ഈ തരത്തിലുള്ള തദബ്ബുർ നടക്കാത്തതുകൊണ്ട് ആലോചിച്ച് പഠിക്കുന്നില്ല, ഉറ്റാലോചിച്ച് മനസ്സിലാക്കി കാര്യങ്ങളെ തിരിച്ചറിയുന്നില്ല. അപ്പോൾ അവിടെ വസ്വാബിറു, നിങ്ങൾ എന്ത് ചെയ്യണം, ക്ഷമയിൽ മറ്റുള്ളവരെക്കാൾ മികവ് കാണിക്കണം. റാബിത്തു, കെട്ടി കാത്തിരിക്കുക എന്നാണ് ഞാൻ പറഞ്ഞു റാബിത്തുവിൻ്റെ അർത്ഥം. അവിടെ ജാഗരൂകരായിരിക്കുക. ഇപ്പൊ ശത്രുവിൻ്റെ ആക്രമണമൊക്കെ പ്രതീക്ഷ അതിർത്തിയിൽ ഇങ്ങനെ കെട്ടിപ്പാർത്ത് കിടക്കുന്ന ആളുകൾക്കാണ് ശരിക്കും എന്ത് പറയാം. പിന്നെ പണ്ട് നമ്മളിവിടെ നമ്മളെ കൂടെ താമസിക്കുന്ന ആൾക്കാർ നേരിട്ട് പറഞ്ഞ അനുഭവമുണ്ട്. ഇവിടെ ഒരു ഉപരോധം വന്നല്ലോ, എല്ലാ രാജ്യം കൂടി. ആ സമയത്ത് അബൂസംബ്രയിൽ ഏത് സമയത്തും ഇതാവണ ഉറക്കമില്ലാതെ ഷിഫ്റ്റായിട്ട് മാറി 12 മണിക്കൂർ ഇങ്ങനെ അവർ പിന്നെ ഒരു 10 ദിവസം കൊണ്ട് ആൾ കിട്ട് മെലിഞ്ഞ മാതിരി എന്നാൽ നമ്മളെ താമസിക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞൊരു അനുഭവമുണ്ട്. കാരണം ഒന്നും ഉണ്ടായിട്ടില്ല, പക്ഷെ ആ ഒരു സമയത്ത് എന്താണ് ഒരു ജാഗ്രതയാണ്, ഉറങ്ങാൻ പറ്റില്ല, ഇതാകാൻ പറ്റില്ല, എപ്പോഴാണ് ആക്രമണം വരാമെന്ന് പറയാൻ പറ്റില്ല. ആ രൂപത്തിൽ അത് ഒരു മുസ്ലിം സൊസൈറ്റിയിൽ പണ്ടൊക്കെ, ഇപ്പോൾ ഇവിടെ കുറച്ച് ആളുകൾ പട്ടാളക്കാർ മാത്രം മതി. മുമ്പാണെങ്കിലോ എല്ലാവരും തന്നെ ഒരു യുദ്ധം ഉണ്ടെങ്കിൽ വിളിക്കുമ്പോൾ ആളുകൾ എന്ത് ചെയ്യാണ്, റസൂല് ഇറങ്ങിച്ചെല്ലാണ്. പിന്നെ മലക്കുകൾ കുളിപ്പിച്ച സാഹിബുൽ ഖസീൽ എന്ന പേരിലൊരു സഹാബിനെ കുറിച്ച് കേട്ടിക്കണോ? ആരാണ് മലക്ക് കുളിപ്പിച്ച സഹാബി? അല്ല, അതിൻ്റെ അടുത്ത് കൂടി പോയിക്കണു. ഒന്നും മയങ്ങിയെന്ന് തോന്നുന്നുണ്ട് അവിടെ. അന്നല്ലോ. അപ്പോൾ അതിൻ്റെ ചരിത്രം അറിയാലോ. ഞാനൊരു ഉദാഹരണം പറഞ്ഞാ, അന്ന് കല്യാണം കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ പിന്നെ പള്ളിയിൽ നിന്ന് വിളി വന്നപ്പോൾ എന്താ സംഭവം, അങ്ങനെ യുദ്ധത്തിന് പോകണമാണ്, അവിടുന്ന് പോയതാണ്. അപ്പം മലക്കുകൾ കുളിപ്പിച്ചു എന്ന് പറഞ്ഞപ്പോഴാണ് ഭാര്യനോട് ഈ വിഷയം പറഞ്ഞപ്പോഴാണ് പറഞ്ഞത് എന്ത്, റസൂലിനോട്, റസൂൽ എങ്ങനെ ജനാപത്ത് കുളിക്കാതെയാണ് അങ്ങനെ പോയില്ലേ. അപ്പം ആ രൂപത്തിൽ അവരൊക്കെ ഒരു സ്പിരിറ്റായിട്ട് അല്ലെങ്കിൽ അങ്ങനെ കണ്ട ആളുകളെ അവരാണ് 313 ആളുണ്ടെങ്കിൽ 1000 ആൾക്കാർ അതിജയിച്ചത്. അതന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ആ ഈമാൻ കുറഞ്ഞുകൊണ്ടാണ് ഹുനൈനിൻ്റെയും പിന്നെ ലാസ്റ്റൊക്കെ ഖുർആൻ തന്നെ പറഞ്ഞു, ഇപ്പം നിങ്ങൾക്ക് 100 ആളുണ്ടെങ്കിൽ 200 ആളെ അതിജയിക്കാം, 1000 ആളുണ്ടെങ്കിൽ 2000 ആളെ അതിജയിക്കാം. അപ്പം ആൾ കൂടിയപ്പോൾ തന്നെ എന്തായി, ഈമാൻ ഇങ്ങനെ കുറഞ്ഞു വന്നിട്ടുണ്ട്. നമ്മളൊക്കെ ഈ കാലമായപ്പോൾ നമ്മളിങ്ങനെ പേടിച്ചും അല്ലെങ്കിൽ ഓരോ ഇത് കേൾക്കുമ്പോഴത്തേനും ആകെ ഇവിടെ നിങ്ങൾ കണ്ടില്ലേ, ഒരു പിന്നെ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തതിൽ എന്താണ് എപ്പോഴും ഒരു യുദ്ധതന്ത്രത്തിൽപ്പെട്ടാണ്. അതിപ്പോൾ ഏത് രാജ്യങ്ങളും ചെയ്യും. നമ്മളെ ഈ സയനിസ്റ്റ് രാജ്യങ്ങളൊക്കെ സ്ഥിരം ചെയ്യണം തന്നെ, ആദ്യം തന്നെ ഭീഷണിപ്പെടുത്തിയിട്ട് സിംഹത്തിൻ്റെ ഉണർച്ച എന്നൊക്കെ എന്താ
റൈസിംഗ് ലയൺ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കാട്ടും ഇങ്ങനെ കാട്ടുന്ന പേടിപ്പിച്ചു. പുറത്ത് പോലും ചെയ്യുന്നത് ഞങ്ങളെ കാട്ടിൽ ഇങ്ങനെ കാട്ടും അങ്ങനെ കാട്ടൊക്കെ എന്താണ് ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താൻ പറ്റുന്നില്ല. ഒരു സൈക്കോളജിക്കൽ വാറാണ്. നമ്മളെ നാട്ടിൽ നടക്കൽ എങ്ങനെയാണ്? ഒരു മുസ്ലിമിനെ പരസ്യമായിട്ട് കെട്ടിട്ട് എല്ലാവരും കൂടി തല്ലിക്കൊല്ല് ഒരു വീഡിയോ എടുത്താണ് എന്ത് ചെയ്യുക? ആണ് പറഞ്ഞേക്കുക. നമ്മൾ തന്നെ ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുക? അത് ഷെയർ ചെയ്യുക. എന്താണ് അതിൻ്റെ ആ ഷെയർ കൊണ്ട് ഉദ്ദേശം? എന്താണ്? അടങ്ങി നിന്നോളി, നിങ്ങളെ അങ്ങനെ പേടിക്കേണ്ട ഒരാളാണ് വിശ്വാസി. എന്തായാലും ഇപ്പം നമ്മൾ ഇതൊന്നും അറ്റാക്കായി മരിക്കൂലേ? ഒരു ആക്സിഡന്റ് ഒന്നല്ലേ നമ്മൾ മരിക്കൂലേ? ഏതെങ്കിലും രോഗം നമ്മൾ മരിക്കൂലേ? നമുക്ക് വീഴ്ച മരിക്കണവരെ അന്തസ്സായി ജീവിക്കും. വറാബിത്തു അങ്ങനെ ഉണ്ടെങ്കിൽ പ്രതിരോധിക്കാൻ ഏത് സമയത്തും ഏത് വിശ്വാസികളും അതിന് ഒരാൾ ഒരു കൂട്ടം ഒരു സംഘടനയും ഒരു സംഘത്തെയും പ്രത്യേകിച്ച് ഒരുക്കേണ്ട ആവശ്യമില്ല. തദബ്ബുർ നടത്തി വിശ്വസിക്കുന്ന പഠിക്കുന്ന മനസ്സിലാക്കുന്ന ആളുകളാണെങ്കിലും അങ്ങനെ ഒരു ഘട്ടം വരുമ്പോൾ ആരും എന്ത് ചെയ്യും? അത് റെഡി ആയിരിക്കും. അസ്ബിറു വറാബിത്തു, നിങ്ങൾ കെട്ടിയൊരുങ്ങി അങ്ങനത്തെ ഘട്ടങ്ങൾ ഉണ്ടെങ്കിൽ നിന്നോളണം ഒരു രാജ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി. ഇപ്പൊ ഇന്ത്യന് നമ്മുടെ രാജ്യക്കാർ വേറെ രാജ്യക്കാരെ ആക്രമിക്കാൻ വരികയാണെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യേണ്ടി വരും? ഒരുങ്ങി ഇറങ്ങേണ്ടി വരും. അതേപോലെ സമൂഹത്തെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി വേറെ സമൂഹം തയ്യാറായി വരികയാണെങ്കിൽ, ആ നാട്ടിൽ ഫിത്ന ഉണ്ടാക്കാൻ വരികയാണെങ്കിൽ അതിനെതിരെ എല്ലാവരും ഒരുങ്ങി ഇറങ്ങേണ്ടിരിക്കും. അവിടെ അമ്മാറെ പോലുള്ള വനിതകളെ കുറിച്ചും അതേപോലെ തന്നെ സഹാബാക്കളെ കുറിച്ചൊക്കെ അവിടെ നമ്മൾ ഓർക്കേണ്ടത്. അവിടെ എന്തില്ല, അവിടെ ഓര് പൊയ്ക്കോട്ടെ, മറ്റോര് ചെയ്തോട്ടെ, അല്ലെങ്കിൽ ഇന്ന അങ്ങനെ അതൊന്നുമല്ല. അതൊക്കെ എല്ലാവരുടെയും ആവശ്യമാണ്. ഒരു ഉമ്മത്തിന്റെ ഐഡന്റിറ്റിക്ക് വേണ്ടിയാണെങ്കിൽ ഉമ്മത്ത് ഇറങ്ങും, രാജ്യത്തിന്റെ ഐഡന്റിറ്റിക്ക് വേണമെങ്കിൽ രാജ്യത്തിന്റെ നിവാസി എന്നൊക്കെ ഇറങ്ങും. അവിടെ ഒന്നും ഒരു വിശ്വാസം എന്ത് ചെയ്യരുത്? പതറരുത്, പേടിക്കരുത്. വറാബിത്തു അടങ്ങളിങ്ങനെ അത് മുതൽ അതിർത്തിയിൽ സൈന്യ ആക്രമണം പ്രതീക്ഷിച്ച് നിൽക്കുന്ന സൈന്യ സന്നാഹം മുതൽ ഏത് വരെ ഇതിന്റെ പരിധിയിൽപ്പെടും? റസൂല് പറഞ്ഞു, ഒരാൾ തണുപ്പുള്ള രാത്രിയിൽ ഒരാൾ നന്നായിട്ട് ഊതെടുത്ത് പള്ളിയിലേക്ക് കാലടികൾ വർദ്ധിപ്പിച്ച് പോയി നിസ്കരിച്ച് അടുത്ത നമസ്കാരം കാത്തിരിക്കുന്ന അതിനും എന്താ പറയാ? റാബിത്തു എന്നാ പറയാ. അപ്പോൾ ഒരുങ്ങി സജ്ജമായി നിൽക്കുന്നില്ല ഈ അതിർത്തിയിൽ യുദ്ധത്തിന് വേണ്ടി തയ്യാറായി നിൽക്കുന്നതും മുതൽ നമസ്കാരത്തിന് തയ്യാറായി പ്രതീക്ഷിച്ച് തണുപ്പുള്ള സമയത്ത് ഒതുക്കുക, നന്നായി ഒതുക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. മനസ്സിലാവും. നമ്മൾക്കറിയില്ല, ഇവിടെ നല്ല തണുപ്പുള്ള രാത്രി ഇവിടെ നാടത്തെ പോലെ അല്ലല്ലോ. തണുപ്പാണെങ്കിൽ നല്ല തണുപ്പും ചൂടാണെങ്കിൽ നല്ല ചൂട് അനുഭവിക്കുന്നതാണ് മിഡിൽ ഈസ്റ്റ്. അപ്പൊ അതിന് പ്രത്യേകത എന്താ പറയുന്നതിൽ. അപ്പൊ ആ രൂപത്തിലുള്ള ഒരുക്കം ഇതും നമ്മൾ ചെയ്യുക. അതിൻ്റെ കൂടെ എന്തുകൂടിയും വത്തക്കുല്ലാ, എന്നിട്ട് നിങ്ങൾ അള്ളാഹിനെ സൂക്ഷിക്കുക. തക്കുല്ലാ എന്ന് പറഞ്ഞാൽ അതിന് പരിധിയില്ല. തക്കുല്ലാഹ മസ്തതഅ്തും ഒരിടത്ത് ഖുർആൻ പറഞ്ഞാണ്, നിങ്ങൾ നിങ്ങളെ കഴിവിൻ്റെ പരമാവധി അള്ളാഹിനെ സൂക്ഷിക്കുക. ഓരോരുത്തർക്കും കഴിവിൻ്റെ പരമാവധി നമ്മൾ പടച്ചോനെ സൂക്ഷിക്കുകയും ചെയ്താൽ ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾക്ക് വിജയികളാകാൻ കഴിഞ്ഞേക്കും. അപ്പോൾ ആ ഒരു വഴി 4 കാര്യം 4 വാക്ക് നമ്മോട് പറഞ്ഞിട്ട് അത് മതി നമുക്ക് ശരിക്കും നോക്കുകയാണെങ്കിൽ വിജയിക്കാൻ. പക്ഷെ അതിൽ തന്നെ ഇപ്പോൾ നമ്മൾ വത്തക്കുല്ലാ എന്നുള്ളതിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? എക്സ്പ്ലെയിൻ ചെയ്യാം. തക്കുല്ലാ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ സൂക്ഷിക്കുക പറഞ്ഞാൽ, തക്കുവ എന്ന് പറഞ്ഞാൽ എന്താ? ചെറിയ ഒരു കല്ലും മുള്ളും ഒക്കെ ഉള്ള ഒരു വഴിയിലൂടെ ലൈറ്റ് ഇല്ലാതെ നടക്കുമ്പോൾ നമ്മൾ എത്ര സൂക്ഷിക്കുമോ അതേപോലെ ലൈഫിൽ എന്ത് ചെയ്യാം? ഓരോ സംഗതിയിലും അള്ളാഹിനെ സൂക്ഷിച്ച് മുന്നോട്ട് പോകലാണ്. അപ്പോൾ അത് ഭക്തി അതിൻ്റെ സ്ഥാനം എന്താണ്? ഹൃദയത്തിലും. തഖ്വ ഹാവുന റസൂൽ നീട്ടിയത് കൊടുക്കാണ്, ചൂണ്ടിയത് ഹൃദയത്തിലേക്കാണ്. വഇന്ന ഫിൽ ജസദി മുദ്ഗത്തുൻ ഫഇദാ സ്വലഹ സ്വലഹൽ ജസദു കുല്ലുഹു ഫഇദാ ഫസദ ഫസദൽ ജസദു കുല്ലുഹു അലാ വഹിയൽ ഖൽബ്. മനുഷ്യ ശരീരത്തിൽ മാംസപിണ്ഡമുണ്ട്, നന്നായാൽ മനുഷ്യൻ മുഴുക്കെ നന്നായി, കേടുന്ന മനുഷ്യൻ അതേതാണ്? അലാ ഫഹിയൽ ഖൽബ്, ഖൽബാണതെന്ന് പറഞ്ഞു. അപ്പോൾ ആ രൂപത്തിൽ തഖ്വ ആർജിക്കാനും കൂടി നമുക്ക് കഴിയുകയാണെങ്കിൽ അത് മതി. ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾക്ക് എന്ത് ചെയ്യാം? വിജയിക്കാം. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികൾ വിജയിച്ചു എന്ന് പറഞ്ഞുകൊടുത്ത് ഇതേപോലെ 4 കാര്യങ്ങൾ പറഞ്ഞു. അവർ നമസ്കാരത്തിൽ ഭക്തി പുലർത്തുന്നവരാണ്, അവർ അനാവശ്യങ്ങളിൽ നിന്നും മാറി നിൽക്കുന്നവരാണ്. അങ്ങനെ നമുക്ക് വിജയിക്കാൻ വേണ്ടിയുള്ള തഖ്വ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി വിശാലമായ അർത്ഥം. തഖ്വ എന്ന് പറഞ്ഞാൽ വേറെ വിഷയം തന്നെയാണ്. അപ്പോൾ ഇവിടെ തഖ്വ പാലിക്കുക, ക്ഷമിക്കുക, എപ്പോഴും ഏത് പ്രതിസന്ധിയും അഭിമുഖീകരിക്കാൻ വേണ്ടി റെഡിയായി നിൽക്കുക. എന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വിജയിക്കാൻ പറ്റും. ഇതാണ് ഈ വിശ്വാസികളെ വിളിച്ചു പറയുന്ന 4 വാക്കുകൾ മാത്രം ഉൾക്കൊള്ളുന്ന, എന്നാൽ കുറേ ആശയസമ്പുഷ്ടമായിട്ടുള്ള ഈ സൂക്തത്തിലൂടെ അള്ളാഹു നമ്മോട് പറയുന്നത്. അതിൻ്റെ ചെറിയ ഭാഗം മാത്രമാണ് നമ്മളിപ്പോൾ എന്ത് ചെയ്ത് തദബ്ബുർ നടത്തിയത്. അപ്പോൾ അത് പഠിക്കാനും ഉൾക്കൊള്ളാനും ജീവിതത്തിൽ പ്രാക്ടിക്കലാക്കാനും
നമുക്ക് എത്രത്തോളം ഇനിയിപ്പോൾ അത് ഈ ഞാൻ സമയം കഴിഞ്ഞുകൊണ്ടാണ് ഇത് ബന്ധപ്പെടുന്ന കുറേ ഹദീസുകൾ ഞാൻ എഴുതിച്ചിട്ടുണ്ട്. ഒന്ന് സ്ക്രോൾ ഹദീസുകളൊന്ന് വായിക്കാൻ. ഇപ്പോൾ ഒന്ന് പിന്നെ ഇതിൽ അത് കഴിഞ്ഞ ഹദീസുകൾ മാത്രം. സ്ബിറു വസ്വാബിറു കാല അംബ്രഹുമായി യസ്ബിറു അലാ ദീനിഹിം. അവിടെ സുബർ എന്ന് പറഞ്ഞാൽ ക്ഷമിക്കുന്നത് ദീനിലാണ്. അതിൻ്റെ കുറേ വിശദീകരണങ്ങളായിട്ട് വന്ന ഹദീസുകൾ വന്ന ഇതാണ്. ഹദസ്ന 83-87 എന്നില്ല ഹദീസിലെ കാണുന്നുണ്ടല്ലോ. അവിടെ നിന്ന് വായിച്ചു നോക്കിയും അത് നിങ്ങൾ ആ ഹദീസ് മാത്രം നോക്കിയാൽ മതി. യാ അയ്യുഹല്ലദീന ആമനൂ സ്ബിറു വസ്വാബിറു വറാബിതു ഐ സ്ബിറു അലാ ത്വാഅത്തില്ല. അവിടെ നിങ്ങൾ ക്ഷമിക്കുക എന്ന് പറയുന്നത് അള്ളാഹുവിനനുസരിക്കുന്ന വിഷയത്തിൽ. വസ്വാബിറു അഹ്ലിൽ വലാല, ക്ഷമയിൽ അതിജയിക്കേണ്ടതോ അഹ്ലുൽ വലാല, വലാലത്തിന്റെ ആളുകൾ, വഴികേടിന്റെ ആളുകളുടെ വിഷയത്തിൽ അവരോട് ക്ഷമയിൽ അതിജയിക്കണം. വറാബിത്തു ഫി സബീലില്ല, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ സജ്ജരാവണം. വത്തഖുല്ലാഹ ലഅല്ലക്കും തുഫ്ലിഹൂൻ. വേറെ ഒരു ഹദീസിൽ അതിന്റെ വിശദീകരണമായിട്ട് വന്നത് സ്ബിറു വസ്വാബിറു വറാബിത്തു യഖൂലു സ്വാബിറു അൽ മുശ്രിക്കീന, മുശ്രിക്കീങ്ങളുടെ വിഷയത്തിൽ ഓരോ സന്ദർഭങ്ങളിലായിരിക്കും പീഡിപ്പിക്കുമ്പോഴും പ്രയാസപ്പെടുത്തുമ്പോഴും. വറാബിത്തു ഫി സബീലില്ല, അള്ളാഹിന്റെ മാർഗത്തിലാണ് നിങ്ങൾ ഒരുങ്ങി നിൽക്കേണ്ടത്. വേറെ ഹദീസിൽ ഹജ്ജാജ് ബിൻ ജുറൈജ് ഇസ്ബിറു അലാ ത്വാഅത്തിൻ വസ്വാബിറു അഅദാഇല്ല, അള്ളാഹുവിനനുസരിക്കുന്ന വിഷയത്തിലാണ് ക്ഷമിക്കേണ്ടത്. അതേപോലത്തെ ക്ഷമ കൊണ്ട് അതിജയിക്കേണ്ട അള്ളാഹുവിന്റെ ശത്രുവിന്റെ മേലാണ്. വറാബിത്തു ഫി സബീലില്ല, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ ഒരുങ്ങി പുറപ്പെട്ടു നിൽക്കുക. പിന്നെ മറ്റൊരു ഹദീസിൽ സ്ബിറു വസ്വാബിറു വറാബിത്തു ഖാല സ്ബിറു അലാമ അമർത്തും ബിഹി, നിങ്ങളോട് കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ക്ഷമിക്കുക. വസ്വാബിറു അൽ അദുവ വറാബിത്തു, അതേപോലെ തന്നെ നിങ്ങളുടെ അള്ളാഹുവിന്റെ ശത്രുക്കൾ, ഇസ്ലാമിന്റെ ശത്രുക്കൾ, അവർക്കെതിരെ നിങ്ങൾ എന്ത് ചെയ്യാം? ക്ഷമയിൽ മികവ് കാണിക്കുകയും ഒരുങ്ങി നിൽക്കുകയും ചെയ്യുക. വേറെ ഇതിലുള്ള മഅന പറയുന്നത് വക്കാൽ ആഖിറൂന, മറ്റു ചില പണ്ഡിതന്മാർ പറയുന്ന മഅന ദാലിക സ്ബിറു അലാ ദീനക്കും വസ്വാബിറു വഅദ്ദ ഇയ്യാക്കും അലാ ത്വാഅത്തിക്കും. ഇല്ലേ, നമ്മോട് കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ അനുസരിക്കുക, പ്രവാചകനെ അനുസരിക്കുക. വറാബിത്തു അലാ ഇദായിക്കും, നിങ്ങളുടെ ശത്രുക്കളൊക്കെ വിഷയത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ജാഗ്രത പാലിക്കുകയും ചെയ്യുക. ഇങ്ങനെ കുറേ വിശദീകരണങ്ങൾ ഹദീസുകൾ വന്നതും നമ്മളിതിന് കൂടെ ലാസ്റ്റ് ഇസ്ബിറു അലാ ദീനക്കും വസ്വാബിറു അൽ വഅദല്ലദീ വഅദ്തുക്കും വറാബിത്തു അദുവി വഅദുവക്കും എന്ന് പറഞ്ഞാൽ ഇസ്ബിറു അലാ ദീനക്കും, ദീന്റെ വിഷയത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ക്ഷമിക്കുക. വസ്വാബിറു അൽ വഅദല്ലദീ വഅദ്തുക്കും, നിങ്ങളോട് നൽകപ്പെട്ട വാഗ്ദാനങ്ങൾ പാലിക്കുന്ന വിഷയത്തിൽ അല്ലെങ്കിൽ വാഗ്ദാനങ്ങൾ കിട്ടുന്ന വിഷയത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ക്ഷമയിൽ അതിജയിക്കുക. വറാബിത്തു അദുവി വഅദുവക്കും, എന്റെയും നിങ്ങളുടെയും ശത്രുക്കളുടെ കാര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക? കെട്ടിപ്പാർത്ത് റെഡിയായി നിൽക്കുകയും ചെയ്യുക. അപ്പൊ ഇതൊക്കെ ഇതിന്റെ വിശദീകരണമായിട്ട് വന്ന ഹദീസുകളിൽ വന്ന വിഷയങ്ങളാണ്. അത് ക്ഷമന്റെ മാത്രം വന്ന ഹദീസുകൾ വേറെ കുറേ ഉണ്ട്. നമ്മൾ എല്ലാം കൂടി നമുക്കിപ്പോൾ ഓരോന്നും വായിച്ച് വിശദീകരിക്കാനുള്ള സമയം നമ്മളെ മുമ്പില്ല. ഏതായാലും ഈ തദബ്ബുർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ആയത്തുമായി ബന്ധപ്പെട്ട് ഖുർആൻ നമ്മോട് പറയുന്ന ആ ഒരു പ്രമേയം, അതുമായിട്ട് ബന്ധപ്പെട്ട റിലേറ്റഡ് ആയിട്ടുള്ള ആയത്തുകൾ, റിലേറ്റഡ് ആയിട്ടുള്ള ഹദീസുകളിലൂടെ ഒന്ന് ഓടിച്ചു പോകാനെങ്കിലും നമ്മൾ ഉപയോഗിക്കാൻ നിൽക്കുകയാണ് നമ്മൾ അതിൻ്റെ ഈ എക്സ്പ്രഷൻ ആയിട്ടുള്ള ഹദീസുകളെ കാണേണ്ടത്. ഇൻഷാ അല്ലാഹ് ആ രൂപത്തിൽ പഠിക്കാനും മനസ്സിലാക്കാനും ആലോചിക്കാനും കൂടി കഴിയുകയാണെങ്കിലാണ് തദബ്ബുറായി മാറുക. ഉറ്റാലോചിക്കുക എന്നാണ് ഇതിനർത്ഥം. അങ്ങനെ ഉറ്റാലോചിക്കാൻ പര്യാപ്തമാവുന്ന രൂപത്തിൽ ഏതെങ്കിലും ചിന്തകൾ കൈമാറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ, അല്ലെങ്കിൽ നമുക്കത് ഇനിയിലേക്ക് ആഡ് ചെയ്യാണ്ടെങ്കിൽ നമുക്കും പറയാം. അള്ളാഹു നമ്മുടെ ഈ കൂടിയിരുത്തം അത് അവൻ്റെ ആയത്തുകളെ ആലോചിച്ച് പഠിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന വിധത്തിൽ ഉൾക്കൊള്ളാനും ഉപകരിക്കാനും പറ്റുന്ന രൂപത്തിലുള്ള ഒരു ദീനി മജ്‌ലിസായിട്ട് അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. വന്നു പോകുന്ന എല്ലാ തെറ്റുകളും കുറ്റങ്ങളും മഹാപാപങ്ങളും അള്ളാഹു വിട്ടുപുറത്ത് പരിഹരിച്ച് മഹാപ്പായി തരുമാറാകട്ടെ. മനുഷ്യരാണ്, പാപികളും ദോഷികളുമാണ് നമ്മൾ. കുല്ലു ഇൻസാൻ ഖത്താഊൻ വ ഖൈറുൽ ഖത്താഊന തവ്വാബൂൻ എന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചത്. എല്ലാ മനുഷ്യരും തെറ്റ് ചെയ്യുന്നവരാണ്. ആ മനുഷ്യർ തെറ്റ് ചെയ്യുന്നവർ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം പശ്ചാത്തപിച്ച് മടങ്ങുന്നവരെയാണ്. നമ്മിൽ നിന്നും വന്നു പോകുന്ന എല്ലാ തെറ്റുകളും കുറ്റങ്ങളും ഗഫൂറായ ഗഫാറായ റഹ്മാനായ റഹീമായ വദൂദായ അള്ളാഹു വിട്ടുപുറത്ത് പരിഹരിച്ച് മാപ്പായി തിരുമാറാകട്ടെ. നമുക്ക് മാത്രമല്ല, നമ്മളെ താലോലിച്ച് താരാട്ടി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സ്നേഹജനങ്ങൾ, ഗുരുനാഥന്മാർ, ഭാര്യ സന്താനങ്ങൾ, അവർക്കും അള്ളാഹു പാപങ്ങളെല്ലാം പുറത്ത് പരിഹരിച്ച് മാപ്പ് കൊടുക്കുമാറാകട്ടെ. നമ്മളെയും അവരെയും സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. വസല്ലല്ലാഹു അലാ നബീന വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.